നഴ്സിംഗ് ഓഫീസർ പ്രിപ്പറേഷൻ ക്ലാസ്സിന്റെ 7ാമത്തെ ക്ലാസ് ആണിന്ന്. എയിംസ് നോർസെറ്റ് 9 പ്രധാനമായിട്ടും, ഒപ്പം നമ്മുടെ നോർസെറ്റ് 9 ഇപ്പോൾ ജിപ്മറും ESICയും ആഡ് ചെയ്തിട്ടുണ്ട് അവരുടെ വേക്കൻസീസ്, നഴ്സിംഗ് ഓഫീസറിന്റെ വേക്കൻസീസ്. അതുപോലെ തന്നെ ഈ ഒരു സീരീസ് അല്ലെങ്കിൽ ഈ ഒരു MCQ സീരീസ് ഡിസ്കഷൻ ക്ലാസ്സസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്ന മറ്റു ചില എക്സാംസ് കൂടെയുണ്ട്. അവ ഏതൊക്കെയാണെന്ന് ഒന്നുകൂടി ഒന്ന് പറയാം. അതായത് ട്രിവാൻഡ്രം ബേസ് ചെയ്തിട്ടുള്ള സെൻട്രൽ ഗവൺമെന്റ് ഹോസ്പിറ്റലാണ് ശ്രീചിത്ര ഹോസ്പിറ്റൽ. അപ്പോൾ ശ്രീചിത്രയിലും നഴ്സിംഗ് ഓഫീസർ വേക്കൻസി അനൗൺസ് ചെയ്യാൻ പോവുകയാണ്. ഒരു മോർ ദാൻ 100 അല്ലെങ്കിൽ 120 150 റേഞ്ചിലെ വേക്കൻസി ഉണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്തിട്ടില്ല, ഉടനെ ഉണ്ടാകും എന്നാണ് അറിയുന്നത്. ഇനി മറ്റൊരു വേക്കൻസി നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, RRB നഴ്സിംഗ് സൂപ്രണ്ടന്റ് വേക്കൻസി അനൗൺസ് ചെയ്തിട്ടുണ്ട്, നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് താല്പര്യമുള്ളവർക്കും ഈ ഒരു MCQ സീരീസ് ഉപകാരകരമായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന, അതായത് എയിംസിൽ പോകാൻ താല്പര്യമില്ലാത്ത, ഇന്ത്യയുടെ നോർത്ത് സൈഡിലോട്ട് പോകേണ്ട, നമ്മുടെ സൗത്ത് സൈഡ് അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിൽ തന്നെ കർണാടകയിൽ ബാംഗ്ലൂരിലുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റൽ, സെൻട്രൽ ഗവൺമെൻറ് ഹോസ്പിറ്റലായിട്ടുള്ള നിംഹാൻസിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന നഴ്സസിനും ഈ ഒരു MCQ സീരീസ് യൂസ്ഫുൾ ആകും. ഓക്കെ, അപ്പോൾ നമ്മുടെ കഴിഞ്ഞ 6 ക്ലാസ്സസ് കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അത് കാണാൻ ശ്രമിക്കുക. അതും നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി യൂസ്ഫുൾ ആകുന്ന മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ടുള്ള MCQസും ടോപ്പിക്സുമാണ് നമ്മളവിടെ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വെൻ എ പേഴ്സൺ ഈസ് സ്റ്റാൻഡിങ് ബ്ലഡ് ഫ്ലോ ഇൻ ദ ലങ്സ് ഈസ്, അതായത് ഒരു വ്യക്തി നിൽക്കുന്ന സമയത്ത് ആ വ്യക്തിയുടെ ശരീരത്തിൽ ലങ്സിൽ ബ്ലഡ് ഫ്ലോ എങ്ങനെയായിരിക്കും? ഓപ്ഷൻ എ പറയുന്നത് ലോവസ്റ്റ് അറ്റ് ദ ബേസ് ബിക്കോസ് ദാറ്റ് ഈസ് വെയർ ആൽവിയോലാർ പ്രഷർ ഈസ് ഗ്രേറ്റർ ദാൻ ആർട്ടീരിയൽ പ്രഷർ. അതായത് ഫസ്റ്റ് ഓപ്ഷൻ പറയുന്നത് ലങ്സിന്റെ ബേസ്, ലങ്സിന്റെ അപെക്സ് എന്ന് പറയുന്ന മുകളിലാണ്, ബേസ് ഇവിടെ ഈ ഒരു ഭാഗമാണ്. ഈ താഴ്ഭാഗത്ത് കുറവായിരിക്കും, ബ്ലഡ് ഫ്ലോ കുറവായിരിക്കും. അതിനുള്ള കാരണം പറഞ്ഞിരിക്കുന്നത് ആൽവിയോലാർ പ്രഷർ, അവിടെ നമ്മുടെ ആൽവിയോലയുടെ പ്രഷർ എന്ന് പറയുന്നത് ആർട്ടീരിയൽ പ്രഷറിനേക്കാൾ കൂടുതലാണ്. അതുകൊണ്ട് അങ്ങോട്ട് ബ്ലഡ് അധികം ഒഴുകില്ല അല്ലെങ്കിൽ ഫ്ലോ ഉണ്ടാകത്തില്ല എന്നാണ് ഫസ്റ്റ് ഓപ്ഷൻ പറയുന്നത്. സെക്കൻഡ് ഓപ്ഷൻ പറയുന്നത് ഈക്വൽ അറ്റ് ദ അപെക്സ് ആൻഡ് ബേസ്, അതായത് നമ്മൾ സ്റ്റാൻഡ് ചെയ്താലും അവിടെ എന്താണ്, നമ്മുടെ ലങ്സിന്റെ അപെക്സിലും ബേസിലും ഈക്വൽ ആയിരിക്കും ബ്ലഡ് സപ്ലൈ. നെക്സ്റ്റ് ഓപ്ഷൻ സി പറയുന്നത് ഹയസ്റ്റ് അറ്റ് ദ അപെക്സ് ഓയിങ് ടു ദ എഫക്ട്സ് ഓഫ് ഗ്രാവിറ്റി ഓൺ ആർട്ടീരിയൽ പ്രഷർ, അതായത് അപെക്സിന്റെ ഭാഗത്തായിരിക്കും ബ്ലഡ് ഫ്ലോ കൂടുതൽ. ഓപ്ഷൻ ഡി പറയുന്നത് ഹയസ്റ്റ് അറ്റ് ദ ബേസ് ബിക്കോസ് ദാറ്റ് ഈസ് വെയർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ആർട്ടീരിയൽ ആൻഡ് വീനസ് പ്രഷർ ഈസ് ഗ്രേറ്റസ്റ്റ്. ആർട്ടീരിയൽ പ്രഷറും വീനസ് പ്രഷറും തമ്മിലെ ഡിഫറൻസ് നോക്കുമ്പോൾ അത് കൂടുതലായിട്ട് വരുന്നത് എവിടെയാണ്? ബേസിലാണ്. അതുകൊണ്ട് ആ ഭാഗത്തായിരിക്കും, ബേസിലായിരിക്കും ബ്ലഡ് ഫ്ലോ കൂടുതൽ. ഒരു വ്യക്തി നിൽക്കുകയാണ്, ആ സമയത്ത് ലങ്സിൽ എവിടെയാണ്, എങ്ങനെയാണ് ബ്ലഡ് ഫ്ലോ? അതായത് ആദ്യത്തെ ഓപ്ഷൻ പറഞ്ഞത് എന്താണ്? ആൽവിയോലാർ പ്രഷറും ആർട്ടീരിയൽ പ്രഷറും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം, ആൽവിയോലാർ പ്രഷർ കൂടുതലായതുകൊണ്ട് ബേസിൽ ലോവസ്റ്റ് ബ്ലഡ് സപ്ലൈ ആയിരിക്കുമെന്നാണ്. അടുത്ത് പറഞ്ഞത് രണ്ട് ഭാഗത്തും അപെക്സിലും ബേസിലും ഒരുപോലെയാണെന്നാണ്. ഓപ്ഷൻ സി പറഞ്ഞത് അപെക്സിൽ കൂടുതലെന്നും ഓപ്ഷൻ ഡി പറഞ്ഞത് ബേസിൽ കൂടുതലെന്നുമാണ്. അപ്പോൾ ഇതിലേതാണ് കറക്റ്റ് ഓപ്ഷൻ? കറക്റ്റ് ഓപ്ഷൻ ഓപ്ഷൻ ഡി ആണ്, ഹയസ്റ്റ് അറ്റ് ദ ബേസ് because that is where the difference between arterial and venous pressure will be greatest. arterial പ്രഷറും വീനസ് പ്രഷറും തമ്മിലുള്ള ഡിഫറൻസ് എടുത്താൽ അത് കൂടുതലായിരിക്കുന്നത് നമ്മുടെ ബേസിലാണ്, ലങ്സിന്റെ ബേസിലാണ്. അതുകൊണ്ട് തന്നെ അവിടെ എന്ത് ചെയ്യുന്നു? കൂടുതൽ ബ്ലഡ് ഫ്ലോ ഉണ്ടാകുന്നു. സോ കറക്റ്റ് ഓപ്ഷൻ ഓപ്ഷൻ ഡി. ഇവിടെ നോക്കൂ, ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ബ്ലഡ് ഫ്ലോ ഇൻ ദ ലങ്സ് ഈസ് അഫക്റ്റഡ് ബൈ ഗ്രാവിറ്റേഷണൽ എഫക്ട്സ് on arterial hydrostatic pressure. Thus blood flow is highest at the base where arterial hydrostatic pressure is greatest and the difference between arterial and venous pressure is also greatest. This pressure difference drives the blood flow to the base of the lungs. ഒരു മനുഷ്യൻ നിൽക്കുന്ന സമയത്ത് ബിക്കോസ് ഓഫ് ഗ്രാവിറ്റി എന്ത് ചെയ്യുന്നു? ലങ്സിന്റെ ബേസിലാണ് ബ്ലഡ് ഫ്ലോ കൂടുന്നത്. ഗ്രാവിറ്റി കാരണം അവിടെ ബ്ലഡ് ഫ്ലോ കൂടുന്നതല്ല, അവിടെ ആർട്ടീരിയൽ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ അവിടെ കൂടും ബിക്കോസ് ഓഫ് ഗ്രാവിറ്റി, ഹൈ ഗ്രാവിറ്റി. അതുകൊണ്ട് തന്നെ ആർട്ടീരിയൽ പ്രഷർ കൂടുന്നത് കൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു? ബ്ലഡ് പ്രഷറും അവിടെ അല്ലെങ്കിൽ ബ്ലഡ് ഫ്ലോ അവിടെ
കൂടുന്നു. സോ കറക്റ്റ് ഓപ്ഷൻ ഡി ആണ്. ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് എയിംസ് പോലുള്ള എക്സാംസിന് കൂടുതലായിട്ട് വരുന്നത്. നമ്മുടെ DMEയും DHSും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ DME ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ ഒരു എയിംസിൻ്റെ ലെവലിലോട്ട് വന്നിട്ടുണ്ട്. എന്നാൽ പോലും അതിനേക്കാളും കുറേ കൂടി ഡിഫറെൻ്റ് ആണ് നമ്മുടെ എയിംസിൻ്റെ എക്സാംസ് എപ്പോഴും ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. പക്ഷേ നിങ്ങൾ ശ്രീചിത്രയുടെയും നിംഹാൻസിൻ്റെയും ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ അവിടെ ഡയറക്റ്റ്ലി അവിടെ ഒരു സ്റ്റോറി ഒന്നും ഉണ്ടാകത്തില്ല. ഡയറക്റ്റ്ലി ആണ് അവിടെ ആ ഒരു എന്താണോ ഒരു പോയിന്റ് മീൻ ചെയ്യുന്നത് ആ ഒരു പോയിന്റ് ഇവിടെ ഡയറക്റ്റ്ലി ചോദിക്കുകയാണ് ചെയ്യുന്നത്. വിത്തിൻ 1 സെൻറ്റൻസ് ആയിരിക്കും അവിടെ ക്വസ്റ്റ്യൻ വരുന്നത്. പക്ഷെ നമുക്ക് ഇവിടെ കിട്ടിയ ക്വസ്റ്റ്യൻസ് എന്തായിരുന്നു? ഇവിടെ ഒരുപാട് ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു എയിംസിൽ ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ അത്രയും ഒരു വ്യത്യാസമേ ഉള്ളൂ, ബാക്കിയെല്ലാം തന്നെ സെയിം ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ലങ്സിനെ കുറിച്ചും ലങ്സിൻ്റെ ബ്ലഡ് ഫ്ലോയെ കുറിച്ചും പറയുമ്പോൾ ഒപ്പം നിങ്ങൾ മെയിനായിട്ട് നോട്ട് ചെയ്ത് പഠിക്കേണ്ട മറ്റൊരു കാര്യമാണ് ലങ്സിൻ്റെ അനാട്ടമി. ലങ്സിന് 2 ഭാഗമുണ്ട്, റൈറ്റ് ലങ്ങുമുണ്ട് ലെഫ്റ്റ് ലങ്ങുമുണ്ട്. റൈറ്റ് ലങ്ങിൽ 3 ലോബുകളുണ്ട്, ലെഫ്റ്റ് ലങ്ങിൽ 2 ലോബുകളുണ്ട്. അപ്പോൾ റൈറ്റ് ലങ്ങിൻ്റെ ലോബുകൾ ഏതൊക്കെയാണ്? സുപ്പീരിയർ ലോബുണ്ട്, മിഡിൽ ലോബുണ്ട്, ഇൻഫീരിയർ ലോബുണ്ട്. ഇതിനിടയ്ക്കുള്ള ഫിഷറുകൾ ഹൊറിസോണ്ടൽ ഫിഷറും ഒബ്ലിക് ഫിഷറും. നെക്സ്റ്റ് ലെഫ്റ്റ് ലങ് ആകുമ്പോൾ അവിടെ നമ്മുടെ 2 ലോബ് ലങ്സിൽ കാണുന്നുള്ളൂ. ഒന്ന് സുപ്പീരിയർ ലോബെന്നും രണ്ടാമത് ഇൻഫീരിയർ ലോബെന്നും. ഇതിനെ ഡിവൈഡ് ചെയ്തുകൊണ്ട് ഇതിനിടയിൽ ഒരു ഫിഷറുണ്ട്. അതിന് ഏതെന്ന് പറയുന്നു? ഒബ്ലിക് ഫിഷർ എന്നാണ് പറയുന്നത്. ഈ ഒരു ലെഫ്റ്റ് ലങ്ങിൻ്റെ ഭാഗത്താണ് ആര് കാണപ്പെടുന്നത്? നമ്മുടെ ഹാർട്ട് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഹാർട്ട് ലൊക്കേറ്റ് ചെയ്യുന്ന ഈ ഒരു ഭാഗത്തിന് എന്ത് പറയുന്നു? കാർഡിയാക് നോച്ച് എന്നാണ് പറയുന്നത്. ഒപ്പം ഈ ഒരു സ്പേസിനെ മീഡിയാസ്റ്റീനം എന്നാണ് പറയുന്നത്. മീഡിയാസ്റ്റീനം എന്നാണ് പറയുന്നത്. ഹാർട്ട് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്പേസിനെ മീഡിയാസ്റ്റീനം എന്ന് പറയുന്നു. അതൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ബ്രോങ്കോ പൾമണറി സെഗ്മെന്റ്സ് ഓഫ് ഈച്ച് ലങ്. റൈറ്റ് ലങ്ങിൻ്റെ ബ്രോങ്കോ പൾമണറി സെഗ്മെന്റ്സ് 10 സെഗ്മെന്റ്സ് എങ്ങനെയാണ് വരുന്നത് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ലെഫ്റ്റ് ലങ്ങിൽ എങ്ങനെയാണ് 10 സെഗ്മെന്റ്സ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. റൈറ്റ് ലങ്ങിൻ്റെ അപ്പർ ലോബ് 3 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. റൈറ്റ് ലങ്ങിൻ്റെ മിഡിൽ ലോബ് 2 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. റൈറ്റ് ലങ്ങിൻ്റെ ലോവർ ലോബ് വീണ്ടും 5 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സെയിം ലൈക്ക് ദാറ്റ് ലെഫ്റ്റ് ലങ് ഓൾസോ. ലെഫ്റ്റ് ലങ്ങിൻ്റെ അപ്പർ ലോബ് 5 ലോബുകളായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ലെഫ്റ്റ് ലങ്ങിൻ്റെ ലോവർ ലോബും വീണ്ടും 5 ലോബുകളായി ഡിവൈഡ് ചെയ്തിരിക്കുന്നു. അവ വെച്ചിട്ട് ക്വസ്റ്റ്യൻസും ചോദിക്കാം. ചെസ്റ്റ് ഫിസിയോതെറാപ്പി ചെയ്യുമ്പോഴൊക്കെ ഈ ലോബ് വെച്ചിട്ടൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അത് റിലേറ്റ് ചെയ്ത ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് വരാം. സോ സ്റ്റഡി ദിസ് അനാട്ടമി ഓഫ് ലങ്സ്. നെക്സ്റ്റ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ഇഫ് ദ ലങ്സ് ഗെറ്റ് പഞ്ചേർഡ്. ഓക്കെ, ഏതെങ്കിലും ഒരു പ്രൊസീജിയർ ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റോഡ് ട്രാഫിക് എന്തെങ്കിലും ഒരു ആക്സിഡൻസോ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ RTA റോഡ് ട്രാഫിക് ആക്സിഡൻസ് എന്തെങ്കിലും ഇഞ്ചുറി ഉണ്ടായിക്കഴിഞ്ഞാൽ, ലങ്സിന് ഇഞ്ചുറി ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കാം? താഴെ പറയുന്ന ഓപ്ഷനിൽ ഏത് സംഭവിക്കാം? വിച്ച് ഓഫ് ദ ഫോളോയിങ് വുഡ് ഹാപ്പൻ? ഓപ്ഷൻ എ പറയുന്നത് ദ ലങ് വുഡ് കൊലാപ്സ് ഓൺ ദ സൈഡ് ഓഫ് ദ പഞ്ചർ. എവിടെയാണോ, റൈറ്റ് സൈഡിലാണോ ലെഫ്റ്റ് സൈഡിലാണോ, എവിടെയാണോ പഞ്ചർ ഉണ്ടായത് ആ സൈഡിലുള്ള ലങ്സ് കൊലാപ്സ് ആയി പോകും. രണ്ടാമത്തെ ഓപ്ഷൻ പറയുന്നത് both the lungs and the chest wall would collapse on the side of the puncture. 2 ലങ്സും, അതായത് റൈറ്റ് ലങ്ങിലാണ് ഇഞ്ചുറി ഉണ്ടായതെങ്കിൽ അവിടെയും ചെസ്റ്റ് വാളിലും 2 സൈഡ് ലങ്സ് എന്ത് ചെയ്യുന്നു? അവിടെ പഞ്ചറാകും. ബോത്ത് ദ ലങ്സ് ആൻഡ് ദ ചെസ്റ്റ് വാൾ വുഡ് കൊലാപ്സ് ഓൺ ദ സൈഡ് ഓഫ് ദ പഞ്ചർ. 2 ലങ്സും ചെസ്റ്റ് വാൾ എവിടെ അവിടെ കൊലാപ്സ് ആകും, എവിടെയാണോ പഞ്ചർ ഉണ്ടായത് അവിടെയും. നെക്സ്റ്റ് ഓപ്ഷൻ സി പറയുന്നത് ദ റിലാക്സേഷൻ പ്രഷർ ഓഫ് ദ ചെസ്റ്റ് വാൾ വുഡ് ഇൻക്രീസ്. അതായത് നമ്മുടെ അണ്ടിൽ ഇറ്റ് സർപ്പാസ് ദ അറ്റ്മോസ്ഫിയർ പ്രഷർ. അതായത് നമ്മുടെ ലങ്സിൽ ഹോള് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇഞ്ചുറി ഉണ്ടായിക്കഴിഞ്ഞാൽ അറ്റ്മോസ്ഫിയർ പ്രഷറിനേക്കാൾ കൂടുന്നത് വരെ എന്ത് ചെയ്യുന്നു? അവിടെ പ്രഷർ ചെസ്റ്റ് വാൾ റിലാക്സേഷൻ പ്രഷറിലായിരിക്കും. ദ റിലാക്സേഷൻ പ്രഷർ ഓഫ് ദ ചെസ്റ്റ് വാൾ വുഡ് ഇൻക്രീസ്. അവിടെ റിലാക്സേഷൻ പ്രഷർ എന്ത് ചെയ്യുന്നു? അവിടെ കൂടുന്നു. അണ്ടിൽ ഇറ്റ് സർപ്പാസ് ദ അറ്റ്മോസ്ഫിയർ. അത് അറ്റ്മോസ്ഫിയർ പ്രഷറിനേക്കാൾ കൂടുന്നത് വരെ ഇതെന്ത് ചെയ്യുന്നു? ലങ്സിൻ്റെ പ്രഷർ അവിടെ കൂടി വരുന്നു. നെക്സ്റ്റ് ദ റിലാക്സേഷൻ പ്രഷർ ഓഫ് ദ ചെസ്റ്റ് വാൾ വുഡ് ഇൻക്രീസ് ബട്ട് സ്റ്റോപ്പ് വെൻ ബിഫോർ ഇറ്റ് റീച്ച്ഡ് അറ്റ്മോസ്ഫിയർ പ്രഷർ. അറ്റ്മോസ്ഫിയർ പ്രഷറിൻ്റെ അത്രയും എത്തുന്നതിന് മുന്നേ തന്നെ ഈ ഒരു റിലാക്സേഷൻ പ്രഷർ അവിടെ കൂടുന്നത് സ്റ്റോപ്പ് ആകുമെന്നാണ് പറയുന്നത്. ഇതിൽ ഏത് പ്രക്രിയയാണ് അവിടെ സംഭവിക്കുക? ലങ്സ് ഒരു സൈഡ് കൊളാപ്സ് ആകുമോ, അത് 2 സൈഡും കൊളാപ്സ് ആകുമോ, അതോ റിലാക്സേഷൻ പ്രഷർ അതായത് ചെസ്റ്റ് വാളിനുള്ളിലുള്ള റിലാക്സേഷൻ പ്രഷർ കൂടും, അത് അറ്റ്മോസ്ഫിയർ പ്രഷറിനെ സർപ്പാസ് ചെയ്യുമോ, അതോ അറ്റ്മോസ്ഫിയർ പ്രഷറിൽ എത്തുന്നതിന് മുന്നേ തന്നെ അത് സ്റ്റോപ്പ് ആകുമോ? ഏതാണ് കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്? ഓപ്ഷൻ എ ദ ലങ് വുഡ് കൊലാപ്സ് ഓൺ ദ സൈഡ് ഓഫ്
പഞ്ചർ, എവിടെയാണോ പഞ്ചർ ഉണ്ടായത് അവിടുത്തെ ലങ്സ് അവിടെ എന്ത് ചെയ്യും, കൊളാപ്സ് ആവും. സാധാരണ കുട്ടികൾക്ക് തെറ്റുപറ്റുന്നത് ഇതുപോലെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള രണ്ട് ഓപ്ഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ ഒരേ മീനിങ് വന്ന് രണ്ട് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ഒരു സെൻറ്റൻസ് വന്നു കഴിഞ്ഞാൽ കുട്ടികൾ വിചാരിക്കുന്നത്, സ്റ്റുഡൻസ് വിചാരിക്കുന്നത് എന്താണ്, ഇതിലേതെങ്കിലും ആയിരിക്കും, എയും ബിയും ആയിരിക്കത്തില്ല, സിയും ഡിയും, ഇതിലേതെങ്കിലും ഒരു ഓപ്ഷൻ ആയിരിക്കും കറക്റ്റ്. പിന്നെ അതിനെ വെച്ച് മാത്രമാണ് ചിന്തിക്കുന്നത്. നിങ്ങളിവിടെ നോക്കൂ, അതിനല്ലാതെയും ഇതുപോലെ അല്ലാതെയും ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ വരാം. അതായത് ഇവിടെ എന്താ ആൻസർ വന്നിരിക്കുന്നത്, ലങ്സ് പഞ്ചറായി കഴിഞ്ഞാൽ അവിടെ ലങ്സ് എവിടെയാണോ പഞ്ചറായി ആ സൈഡിൽ ലങ്സ് അവിടെ കൊളാപ്സ് ആകും. നെക്സ്റ്റ് ഇവിടെ നോക്കും, വെൻ ദ മസിൽസ് ഓഫ് ദ ചെസ്റ്റ് ആൻഡ് ഡയഫ്രം കൺട്രാക്ട് ദേ എക്സ്പാൻഡ് ദ ചെസ്റ്റ് causing the lungs to inflate like a balloon. The lungs stretch as they inflate. When you exhale, muscle relax like a balloon that's been released. The lungs spring back, but if the air escape from the lungs and into the chest around the lungs, lung can collapse inside the chest. അതായത് നമ്മുടെ ലങ്സ് ഇതാണ്, ഇവിടെ ഇഞ്ചുവർ ആയി, അവിടെ ആ ഒരു വ്യക്തി എക്സൈൽ ചെയ്യുമ്പോൾ മസിൽ റിലാക്സ് ചെയ്യുന്നു. ഒരു ബലൂൺ പോലെയാണല്ലേ നമ്മുടെ ആ ഒരു ലങ്സ് ഫങ്ഷൻ ചെയ്യണം. അപ്പോൾ അവിടെ ആ ഒരു എക്സൈൽ ചെയ്യുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യുന്നു, എയർ അവിടെ ആ ഒരു ഹോളിലൂടെ എസ്കേപ്പ് ആകുന്നത് കൊണ്ട് എന്ത് സംഭവിക്കും, അതിനുള്ളിലുള്ള ലങ്സ് കൊളാപ്സ് ആയി പോകും. ഓക്കെ, അപ്പോൾ അത് നോട്ട് ചെയ്ത് വെക്കാം. നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ, ആൻറ്റിബോഡീസ് ആർ ഫോംഡ് ഫ്രം വിച്ച് വൈറ്റ് ബ്ലഡ് സെൽ? വൈറ്റ് ബ്ലഡ് സെൽസ് അല്ലെങ്കിൽ WBC തന്നെ നമുക്ക് പല ടൈപ്പ് ഉണ്ട്. ന്യൂട്രോഫിൽസ് ഉണ്ട്, ബേസോഫിൽസ് ഉണ്ട്, ഈസ്നോഫിൽസ് ഉണ്ട്, ലിംഫോസൈറ്റ്സ് ഉണ്ട്, മോണോസൈറ്റ്സ് ഉണ്ട്. ഇതെല്ലാം WBCയുടെ ടൈപ്സാണ്. ഇതിൽ ചിലത് നമുക്ക് എന്താണ് ബ്ലഡിലൂടെ സർക്കുലേറ്റ് ചെയ്യുന്നു, ചിലത് നമുക്ക് ഇമ്മ്യൂണിറ്റി പവർ തരുന്നു, ചിലത് നമുക്ക് സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി പവർ തരുന്നു, അല്ലേ? ഇങ്ങനെ പലതരത്തിലുള്ള ഫങ്ഷൻസ് ചെയ്യാറുണ്ട്. എന്നാൽ ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ, WBCയുടെ വൈറ്റ് ബ്ലഡ് സെൽസിൻ്റെ ഏത് ടൈപ്പാണ് ആൻറ്റിബോഡീസ് ഫോം ചെയ്യുന്നത്? എന്താണ് ആൻറ്റിബോഡീസ്? ഒരു ഫോറിൻ ബോഡി, ഒരു ആൻറ്റിജൻ നമ്മുടെ ശരീരത്തിനുള്ളിൽ വന്നാൽ അവയെ നശിപ്പിക്കുന്ന നമ്മുടെ ശരീരത്തിൻ്റെ മെക്കാനിസം, അതിനെയാണ് എന്ത് പറയുന്നത്, ആൻറ്റിബോഡീസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഓപ്ഷൻ എ ന്യൂട്രോഫിലാണോ, ഓപ്ഷൻ ബി ബേസോഫിലാണോ, ഓപ്ഷൻ സി ബി ലിംഫോസൈറ്റ് ആണോ, ഓപ്ഷൻ ഡി മോണോസൈറ്റ് ആണോ? കറക്റ്റ് ഓപ്ഷൻ ഓപ്ഷൻ സി ബി ലിംഫോസൈറ്റ് ആണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. There are two types of lymphocytes. നിങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലേ? നമ്മൾ അനാട്ടമി ഫിസിയോളജി, ബ്ലഡിന്റെ അനാട്ടമി ഫിസിയോളജി പഠിച്ചപ്പോൾ അവിടെ ഓരോ ബ്ലഡ് സെൽസും RBC ആയാലും പ്ലേറ്റ്ലെറ്റ്സ് ആയാലും WBC ആയാലും അത് സ്റ്റെം സെൽസിൽ നിന്ന് നമ്മുടെ ബോൺ മാരയിൽ നിന്ന് ഉണ്ടായി അതിൻ്റെ ഗ്രേവിയാർഡ് അല്ലെങ്കിൽ നമ്മുടെ സ്പ്ലീനിൽ എത്തുന്നത് വരെ, അതിൻ്റെ ലൈഫ് സ്പാൻ കഴിഞ്ഞ് ഗ്രേവിയാർഡ് അല്ലെങ്കിൽ ശ്മശാന ഭൂമി എന്നറിയപ്പെടുന്ന സ്പ്ലീനിൽ എത്തുന്നത് വരെയുള്ള എല്ലാ മെക്കാനിസംസും നമ്മൾ നോർമൽ അനാട്ടമി ആൻഡ് ഫിസിയോളജിയിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ലിംഫോസൈറ്റ്സ്. ലിംഫോസൈറ്റ്സിന് രണ്ട് ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണ്? T lymphocytes എന്നും B lymphocytes എന്നും. The type of lymphocytes is determined by the location of cell maturation. All lymphocytes are formed from stem cells in either the thymus gland or lymphoid tissue. ഒരു ടൈപ്പ് എന്ത് ചെയ്യുന്നു, T lymphocytes തൈമസ് ഗ്ലാൻഡിൽ ഉണ്ടാകുന്നു. B lymphocytes എന്ത് ചെയ്യുന്നു, നമ്മുടെ ലിംഫ് നോഡ്സിൽ ഉണ്ടാകുന്നു. B lymphocytes complete their development in the spleen or lymph nodes. Lymphocytes that mature in thymus are referred to as T lymphocytes. തൈമസ് ഗ്ലാൻഡിൽ അവിടെ മെച്ചൂർ ആകുന്ന, വളർന്ന് പൂർണ്ണ വളർച്ചയിൽ മെച്ചൂർ ആകുന്ന ലിംഫോസൈറ്റ്സിനെ എന്ത് പറയുന്നു, T lymphocytes എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിനെ T സെൽസുകൾ എന്നാണ് പറയുന്നത്. വിത്തിൻ എ ഫ്യൂ മന്ത്സ് ഓഫ് ബർത്ത് ദ T സെൽസ് ആർ ഫുള്ളി മെച്ചൂർ ആൻഡ് ലീവ് ദ തൈമസ് ആൻഡ് സർക്കുലേറ്റ് ഇൻ ദ ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ്. എന്ത് ചെയ്യുന്നു, ഇത് നമ്മുടെ തൈമസ് ഗ്ലാൻഡിൽ നമ്മൾ കുഞ്ഞുങ്ങൾ ജനിച്ച് കുറച്ച് മാസങ്ങൾ കഴിയുമ്പോൾ തന്നെ അത് തൈമസ് ഗ്ലാൻഡിൽ പൂർണ്ണമായിട്ട് മെച്ചൂറായി അതെന്ത് ചെയ്യുന്നു, അവിടെ നിന്ന് പുറത്തായി വന്ന് സർക്കുലേഷനിൽ ബ്ലഡിലൂടെ ബോഡി ഫ്ലൂയിഡ്സിലൂടെ സർക്കുലേറ്റ് ചെയ്യുന്നു. B ലിംഫോസൈറ്റ്സ് എവിടെ ഉണ്ടാകുന്നതാണ്? സ്പ്ലീനിലും ലിംഫ് നോഡിലും ഉണ്ടാകുന്നതാണ്. നമ്മുടെ സ്പ്ലീനും ലിംഫാറ്റിക് സിസ്റ്റവുമാണ് നമ്മുടെ ഇമ്മ്യൂണിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട റോൾ വഹിക്കുന്നത്, അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ കാണപ്പെടുന്ന B ലിംഫോസൈറ്റ്സ് ആണ് നമ്മുടെ ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊന്ന് ജസ്റ്റ് റെഫർ ചെയ്യാവുന്നതാണ്. ഇത്രമാത്രം പോരാ. എല്ലാതരം സെല്ലുകളെക്കുറിച്ചും അതിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ചും അതിൻ്റെ ന്യൂക്ലിയസിനെ കുറിച്ചും. ന്യൂക്ലിയസ് ഇല്ലാത്ത ബ്ലഡ് സെൽ ഏതാണ്? RBC ആണ്.
എന്താണ് അതിൻ്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത്? 120 days ആണ് അല്ലേ. അപ്പോൾ അങ്ങനെ അതിൻ്റെ മെച്ചുറേഷനെ കുറിച്ചും ഏത് സ്റ്റേജിൽ വെച്ചാണ് അതിൻ്റെ ന്യൂക്ലിയസ് നഷ്ടപ്പെടുന്നതിനെക്കുറിച്ചും അതിൻ്റെ ടൈപ്സിനെ കുറിച്ചും ഡയമീറ്ററിനെ കുറിച്ചും ഒക്കെ എവിടെയാണ് അത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ അറിയണം. അപ്പോൾ അതിൻ്റെ അനാട്ടമി ഫിസിയോളജി ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കുക. പ്ലൂറിപൊട്ടൻറ്റ് സ്റ്റെം സെൽസ് നിന്നാണ് എല്ലാ ടൈപ്പ് ബ്ലഡ് സെൽസും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് എർത്രോസൈറ്റ്സ് ആയാലും പ്ലേറ്റ്ലെറ്റ്സ് ആയാലും. എർത്രോസൈറ്റ്സിൻ്റെ മറ്റൊരു പേരെന്താണ്? റെഡ് ബ്ലഡ് സെൽസ്, RBC. പ്ലേറ്റ്ലെറ്റ് അല്ലെങ്കിൽ ത്രോംബോസൈറ്റ് ആയാലും അതുപോലെ WBC ആയാലും ലൂക്കോസൈറ്റ്സ് ആയാലും അതിൽ തന്നെ ഗ്രാനുലോസൈറ്റും ഗ്രാനുലോസൈറ്റും. ഗ്രാനുലോസൈറ്റ് ഏതൊക്കെയാണ്? ബേസോഫിൽസ്, ഈസ്നോഫിൽസ്, ന്യൂട്രോഫിൽസ്. നെക്സ്റ്റ് മോണോസൈറ്റും ലിംഫോസൈറ്റും എന്ന് പറയുന്നത് ഗ്രാനുലോസൈറ്റാണ്. അവയുടെ എല്ലാ ഡെവലപ്മെൻറ്റ്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിരിക്കുക. ഓക്കെ, അതുപോലെ തന്നെ ബ്ലഡിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് അതിൻ്റെ ബ്ലഡിൻ്റെ ടൈപ്സ്. A ഗ്രൂപ്പ്, B ഗ്രൂപ്പ്, AB ഗ്രൂപ്പ്, O ഗ്രൂപ്പ്. അതിൽ ഓരോന്നിലും A പോസിറ്റീവ്, B പോസിറ്റീവ്, AB പോസിറ്റീവ്, O പോസിറ്റീവ്, A നെഗറ്റീവ്, B നെഗറ്റീവ്, AB നെഗറ്റീവ്, O നെഗറ്റീവ്. അതിൽ ഓരോന്നിലും എയിൽ എന്തുണ്ട്? ആൻറ്റിജൻ ഏതാണ്? ആൻറ്റിബോഡി ഏതാണ്? എയിൽ എ എന്ന ബ്ലഡ് ഗ്രൂപ്പിൽ A ആൻറ്റിജൻ ആണുള്ളത്, ആൻറ്റിബോഡി B ആണുള്ളത്. B എന്ന ഗ്രൂപ്പിൽ B ആൻറ്റിജൻ ഉണ്ട്, ആൻറ്റിബോഡി A ആണുള്ളത്. AB എന്നുള്ള ഗ്രൂപ്പിൽ ആൻറ്റിജൻ Aയും Bയും കാണുന്നു, എന്നാൽ ആൻറ്റിബോഡി Aയും ഇല്ല Bയും ഇല്ല. Oയിലാണെങ്കിലോ ആൻറ്റിജൻ ഒന്നുമില്ല, എന്നാൽ ആൻറ്റിബോഡി Aയും ഉണ്ട് Bയും ഉണ്ട്. യൂണിവേഴ്സൽ ഡോണർ എന്നറിയപ്പെടുന്നത് Oയും യൂണിവേഴ്സൽ റെസിപ്പിയൻ്റ് എന്നറിയപ്പെടുന്നത് ABയുമാണ്. സോ അതുപോലെ A ഗ്രൂപ്പുകാർക്ക് ഏതൊക്കെ ബ്ലഡ് ഗ്രൂപ്പുകൾ സ്വീകരിക്കാം, ഏതൊക്കെ ബ്ലഡ് ഗ്രൂപ്പുകാർക്ക് ബ്ലഡ് കൊടുക്കാം, അതുപോലെ Bയും ABയും Oയും. ഈ ചാർട്ട് കംപ്ലീറ്റ്ലി നിങ്ങൾ നോക്കി പഠിക്കണം. ഇതിൽ നിന്ന് ഓൺവേർഡ് ക്വസ്റ്റ്യൻസ് സാധാരണ എക്സാമിന് ചോദിക്കാറുണ്ട്. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നെക്സ്റ്റ് അതുപോലെ തന്നെ ക്ലോട്ടിങ്. ബ്ലഡിൽ നമ്മൾ പഠിക്കുമ്പോൾ അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ക്ലോട്ടിങ് മെക്കാനിസം അല്ലെങ്കിൽ കൊയാഗുലേഷൻ. അപ്പോൾ അതിൻ്റെ ഫാക്ടേഴ്സ്, ബ്ലഡ് ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ്, ഫിബ്രിനോജൻ, പ്രോത്രോംബിൻ, ടിഷ്യൂ ഫാക്ടർ, കാൽസ്യം, ലബേൽ ഫാക്ടർ, അതുപോലെ സ്റ്റേബിൾ ഫാക്ടർ, ആൻറ്റി ഹീമോഫിലിക് ഗ്ലോബുലിൻ, അതുപോലെ ക്രിസ്മസ് ഫാക്ടർ, സ്റ്റുവർട്ട് പ്രോർ ഫാക്ടർ, അതുപോലെ നമ്മുടെ പ്ലാസ്മ ത്രോംബോപ്ലാസ്റ്റിൻ, ആൻറ്റിസിഡൻറ്റ് PTA, ആൻറ്റി ഹീമോഫിലിക് ഫാക്ടർ C, ഹെഗ്മാൻ ഫാക്ടർ, ഫൈബ്രിൻ സ്റ്റെബിലൈസിങ് ഫാക്ടർ അല്ലെ. ഈ ഫാക്ടേഴ്സിനെ കുറിച്ചും വിറ്റമിൻ K നമ്മുടെ ക്ലോട്ടിംഗ് മെക്കാനിസത്തിൽ വിറ്റമിൻ കെയുടെ പ്രാധാന്യത്തിനെ കുറിച്ചും അതിൻ്റെ മെക്കാനിസം എന്താണെന്നും അതിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്നും അതെങ്ങനെ മാനേജ് ചെയ്യുമെന്നും ഇതൊക്കെ റിലേറ്റഡ് ആയിട്ട് ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പോൾ ഇതെല്ലാം ഞാനിവിടെ എന്തൊക്കെ പഠിക്കണമെന്ന് നിങ്ങളോട് പറയുന്നുണ്ട്, അത് എത്രയും നന്നായിട്ട് നോക്കി വയ്ക്കുക. നെക്സ്റ്റ് നമുക്ക് 4ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. ന്യൂറോജെനിക് ഷോക്ക്. അപ്പോൾ ഷോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ശരീരത്തിൽ നമ്മുടെ വൈറ്റൽ ഓർഗൻസ് ആയിട്ടുള്ള നമ്മുടെ ബ്രെയിൻ, ഹാർട്ട്, ലങ്സ്, ലിവർ ഈ ഭാഗങ്ങളിലോട്ടുള്ള ബ്ലഡ് സപ്ലൈ കുറഞ്ഞ് മൾട്ടി ഓർഗൻ ഫെയിലുവർ സംഭവിക്കുന്ന ഒരു കണ്ടീഷനാണ് ഷോക്ക് എന്ന് പറയുന്നത്. അതിൻ്റെ കാരണങ്ങളനുസരിച്ച് അതിന് പല കാരണങ്ങളുണ്ടാകാം. ബ്ലീഡിങ് ഉണ്ടായതുകൊണ്ടുണ്ടാകാം, അതുപോലെ ഇൻഫെക്ഷൻസ് ഉണ്ടായതുകൊണ്ടുണ്ടാകാം, അതുപോലെ ഫ്ലൂയിഡ് ഡെഫിസിറ്റ് കാരണം ഉണ്ടാകാം, അനഫ്ലാക്റ്റിക് റിയാക്ഷൻസ് കാരണം ഉണ്ടാകാം, അതുപോലെ നെർവസ് സിസ്റ്റത്തിൻ്റെ പ്രോബ്ലംസ് കൊണ്ടുണ്ടാകാം. ഇങ്ങനെ പലതരത്തിൽ ഷോക്ക് ഉണ്ടാകും. സ്ട്രോക്കും ഷോക്കും കൺഫ്യൂസ്ഡ് ആകരുത്. സ്ട്രോക്ക് ഈസ് ഡിഫറെൻറ്റ്, ഷോക്ക് ഈസ് ഡിഫറെൻറ്റ്. അപ്പോൾ ഷോക്ക് അത് എന്ത് കാരണമാണ് ഉണ്ടാകുന്നത് അതിനനുസരിച്ചിട്ടാണ് അതിന് പേര് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ ന്യൂറോജെനിക് ഷോക്ക് എന്ന് പറയുന്ന അതിനെ മറ്റൊരു പേരിൽ അറിയപ്പെടുന്നു. അത് ഏതാണ്? ഡിസ്ട്രിബ്യൂട്ടീവ് ഷോക്കാണോ, ഹൈപ്പോവോളീമിക് ഷോക്കാണോ, അനഫ്ലാക്റ്റിക് ഷോക്കാണോ, ഹെമറേജിക് ഷോക്കാണോ? കറക്റ്റ് ഓപ്ഷൻ A ഡിസ്ട്രിബ്യൂട്ടീവ് ഷോക്ക് എന്നാണ് ന്യൂറോജെനിക് ഷോക്കിനെ പറയുന്നത്. ന്യൂറോജെനിക് ഷോക്ക് ഇസ് എ ടൈപ്പ് ഓഫ് ഡിസ്ട്രിബ്യൂട്ടീവ് ഷോക്ക് ഇൻ വിച്ച് സിവിയർ സെൻട്രൽ നെർവസ് സിസ്റ്റം ട്രോമ, എക്സാമ്പിൾ സ്പൈനൽ കോഡ് ഇഞ്ചുറി ഉണ്ടാകുന്നു. അങ്ങനെ പെട്ടെന്നുള്ള സിമ്പതറ്റിക് സ്റ്റിമുലേഷൻ നഷ്ടപ്പെടുന്നത് വഴി ഒരു മനുഷ്യന് അവിടെ ഷോക്ക് ഉണ്ടാകുന്നു. ബിക്കോസ് ഓഫ് spinal injury or any other central nervous system CNS trauma or any other causes, because of sympathetic stimulation loss അല്ലെങ്കിൽ സിമ്പതറ്റിക് നെർവസ് സിസ്റ്റം അവിടെ ഫങ്ഷൻ ചെയ്യാതെ വരുന്നത് കൊണ്ട് മനുഷ്യനിൽ ഷോക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ എന്ത് പറയുന്നു? ന്യൂറോജെനിക് ഷോക്ക് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ഹൈപ്പോവോളീമിക് ഷോക്ക്. എന്താണ് ഹൈപ്പോവോളീമിക് ഷോക്ക്? നമ്മുടെ ശരീരത്തിൽ ഫ്ലൂയിഡ് കുറയുന്നു, ഇൻട്രാവാസ്കുലർ വോളിയം അല്ലെങ്കിൽ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് ലോസ്, ബ്ലഡ് ലോസ്. അങ്ങനെ ഫ്ലൂയിഡ് കുറഞ്ഞത് കാരണം ഉണ്ടാകുന്ന ഷോക്കിനെ എന്ത് പറയുന്നു? ഹൈപ്പോവോളീമിക് ഷോക്ക് എന്ന് പറയും.
നെക്സ്റ്റ് അനഫ്ലാക്സിസ് അലർജിക് റിയാക്ഷൻസ്. എന്തെങ്കിലും ഇപ്പോൾ ഒരു പോയിസൺ നമ്മുടെ ശരീരത്തിൽ ഉണ്ടായി, അല്ലെങ്കിൽ ഇൻവേഡ് ചെയ്തു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമ്മുടെ ശരീരത്തിൽ അവിടെ ഏതെങ്കിലും ഒരു പോയിസൺ ഉണ്ടായി, ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് അവിടെ ഇൻവേഡ് ചെയ്തു, അല്ലെങ്കിൽ ഇഞ്ചക്ട് ചെയ്തു, അതിൻ്റെ ഫലമായിട്ട് അവിടെ ഒരു സിസ്റ്റമിക് റിയാക്ഷൻ ഉണ്ട്, ഫേറ്റൽ സിസ്റ്റമിക് റിയാക്ഷൻ ഉണ്ടാവുകയും അങ്ങനെ ഉണ്ടാകുന്ന ഷോക്കിനെ എന്ത് പറയുന്നു? അനഫ്ലാക്റ്റിക് ഷോക്ക് എന്ന് പറയും. ഇനി ടിഷ്യൂ പെർഫ്യൂഷൻ കുറയുന്നു, നമ്മുടെ ഒരു ഓർഗനിലോട്ടുള്ള ബ്ലഡ് സപ്ലൈ കുറയുന്നു, അങ്ങനെ ഓക്സിജൻ്റെ അളവ് കുറയുന്നു, ന്യൂട്രിയൻസിൻ്റെ അളവ് കുറയുന്നു, അങ്ങനെ ഉണ്ടാകുന്ന ഷോക്കിനെ എന്ത് പറയുന്നു? ഹെമറേജിക് ഷോക്ക് എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ ന്യൂറോജനിക് ഷോക്കിനെ എന്തെന്ന് മറ്റൊരു പേരിൽ അറിയപ്പെടുന്നത് ഡിസ്ട്രിബ്യൂട്ടീവ് ഷോക്ക് എന്നാണ് പറയുന്നത്. അപ്പോൾ ഷോക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക്കാണ്. ഓരോ ടൈപ്പ് ഷോക്ക്, അതിൻ്റെ കോസസ്, അതിൻ്റെ മാനേജ്മെൻറ്റ് എല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കണം, പ്രധാനമായിട്ട് നോക്കി വയ്ക്കുക. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഒന്ന് റിവ്യൂ ചെയ്യാൻ വേണ്ടി ഞാൻ കൊടുത്തിട്ടുണ്ട്. കാർഡിയോജനിക് ഷോക്ക്, അത് നമ്മുടെ ഹാർട്ടിന് എന്തെങ്കിലും പ്രോബ്ലംസ് വന്ന് ഹാർട്ട് അപ്രോപ്രിയേറ്റ് ആയിട്ട് ഫങ്ഷൻ ചെയ്യുന്നില്ല, അങ്ങനെയാണെങ്കിൽ അത് കാരണം ഉണ്ടാകുന്ന ഷോക്കിനെ എന്ത് പറയുന്നു? കാർഡിയോജനിക് ഷോക്ക് എന്ന് പറയുന്നു. നെക്സ്റ്റ് ഇൻട്രാവാസ്കുലർ ഫ്ലൂയിഡ് വോളിയം അവിടെ ഡെഫിസിറ്റ് ഉണ്ടായി കഴിഞ്ഞുണ്ടാകുന്ന ഷോക്കിനെ ഹൈപ്പോവൊളീമിക് ഷോക്ക് എന്നും, ഒബ്സ്ട്രക്ഷൻ ബ്ലഡ് ഫ്ലോ, അതിൽ ഒബ്സ്ട്രക്ഷൻ ഉണ്ടായി ബ്ലഡ് ഫ്ലോ ചെയ്യാതെ ഉണ്ടാകുന്ന ഷോക്കിനെ ഒബ്സ്ട്രക്റ്റീവ് ഷോക്ക് എന്നുമാണ് പറയുന്നത്. അതുപോലെ ഡിസ്ട്രിബ്യൂട്ടീവ് ഷോക്കിൻ്റെ ഒരു ടൈപ്പാണ് ന്യൂറോജനിക് ഷോക്ക്, അതായത് നെർവസ് സിസ്റ്റം ഇഞ്ചുറി അല്ലെങ്കിൽ ട്രോമ ഉണ്ടാകുന്നതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ഷോക്ക് ഡിസ്ട്രിബ്യൂട്ടീവ് ഷോക്കിൻ്റെ തന്നെ പല ടൈപ്പ് ഉണ്ട്. ന്യൂറോജനിക് ഷോക്ക്, അനഫ്ലാക്റ്റിക് ഷോക്ക്, സെപ്റ്റിക് ഷോക്ക്. അപ്പോൾ അതിലൊന്നാണ് ന്യൂറോജനിക് ഷോക്ക്, അടുത്ത രണ്ടാമത് അനഫ്ലാക്റ്റിക് ഷോക്ക്, സെപ്റ്റിക് ഷോക്ക്. സെപ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ബിക്കോസ് ഓഫ് എനി ഇൻഫെക്ഷൻ ലീഡ് ടു ബാക്ടീരിയ എൻട്രിങ് ബ്ലഡിൽ ഏതെങ്കിലും ഒരു ബാക്ടീരിയ എൻ്റർ ചെയ്യുന്നു, അത് ഇൻഫെക്ഷൻ ഉണ്ടാകുന്നു, ബ്ലഡ് പോയ്സണിങ് ഉണ്ടാകുന്നു, ഇത് കാരണം ഉണ്ടാകുന്ന ഷോക്കിനെ സെപ്റ്റിക് ഷോക്ക് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇങ്ങനെ പല ടൈപ്പ് ഉണ്ട്. ഇത് ഞാനിവിടെ ടൈപ്പ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, അത് മാത്രം പോരാ, അതിൻ്റെ മാനേജ്മെൻറ്റ് എല്ലാം നിങ്ങൾ പഠിക്കണം. നെക്സ്റ്റ് 5th ക്വസ്റ്റ്യൻ, ദ ബ്ലഡ് ഫിൽട്ടറിംഗ് കപ്പാസിറ്റി ഓഫ് ദ റീനൽ കോർപ്പസ്കിൾസ്. എന്താണ് റീനൽ കോർപ്പസ്കിൾസ്? നമ്മുടെ റീനൽ ആർട്ടറി ഡിവൈഡ് ചെയ്ത് വളരെ മൈന്യൂട്ടായിട്ടുള്ള എഫറൻറ്റ് ആർട്ടീരിയോൾസ് ആയി മാറുകയും അത് എന്ത് ചെയ്യുന്നു? ഒരു ബോൾ പോലെ ഫോം ചെയ്യുന്നു. അഫറൻറ്റ് ആർട്ടീരിയോൾസും പിന്നെ അവിടെ നിന്ന് തിരിച്ചു പോകുന്ന എഫറൻറ്റ് ആർട്ടീരിയോൾസും, എഫറൻറ്റ് ഇതിനിടയിൽ ഒരു ബോൾ പോലെയുള്ള ഒരു നെറ്റ്വർക്ക് ഉണ്ടാകുന്നു നമ്മുടെ ആർട്ടീരിയോൾസിൻ്റെ. ഇതിനെയാണ് ഗ്ലോമർലസ് എന്ന് പറയുന്നത്. ഈ ഗ്ലോമർലസിനെ ചുറ്റി ബൊമാൻസ് ക്യാപ്സ്യൂൾ കാണുന്നു. അതായത് നമ്മുടെ റീനൽ ട്യൂബ്യൂളിൻ്റെ തുടക്കമുള്ള ഫസ്റ്റ് പാർട്ട് ഒരു കപ്പ് ഷേപ്പിൽ കാണപ്പെടുന്ന ഈ പാർട്ടിനെ എന്ത് പറയുന്നു? ബൊമാൻസ് ക്യാപ്സ്യൂൾ എന്ന് പറയുന്നു. അപ്പോൾ ഈ ബൊമാൻസ് ഈ ഒരു കപ്പ് പോലെയുള്ള ഈ സ്ട്രക്ചറും നമ്മുടെ ഈ ഗ്ലോമർലസും ഒരുമിച്ച് ചേർത്തിട്ടാണ് എന്ത് പറയുന്നത്? റീനൽ കോർപ്പസ്കിൾ എന്ന് പറയുന്നത്. ഈ റീനൽ കോർപ്പസ്കിളിലെ ഫിൽട്ടറിംഗ് കപ്പാസിറ്റിയെ എൻഹാൻസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് ചെയ്യുന്നത് എന്താണ്? തിൻ പോറസ് എൻഡോത്തീലിയർ കാപ്സുലർ മെംബ്രെയിൻ ആണോ, എ ലാർജ് കാപ്പിലറി സർഫേസ് ഏരിയ ആണോ, അതോ ഹൈ കാപ്പിലറി പ്രഷറാണോ, അതോ ഈ പറഞ്ഞ മേലെയുള്ള എല്ലാ ഓപ്ഷൻസുമാണോ? കറക്റ്റ് ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദ എബോ ആണ്. ഇവിടുത്തെ ഫിൽട്ടറിങ് കൂട്ടണമെങ്കിൽ നമുക്കവിടെ വളരെ തിന്നായിട്ടുള്ള എൻഡോത്തീലിയർ കാപ്സുലാർ മെംബ്രെയിൻ വേണം, അതുപോലെ ലാർജ് കാപ്പിലറി സർഫസ് ഏരിയ വേണം, അതുപോലെ കാപ്പിലറി പ്രഷർ അവിടെ കൂടണം. എന്നാൽ മാത്രമേ ഇതെല്ലാം എന്ത് ചെയ്യുന്നു? ഈ റീനൽ കോർപ്പസ്കളിലൂടെയുള്ള ബ്ലഡ് ഫിൽട്ടർ ചെയ്യുന്നതിൻ്റെ അളവ് കൂട്ടുന്നു. ഓക്കെ, ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഗ്ലോമർലാർ ഫിൽട്രേഷൻ റേറ്റ്, അതിൻ്റെ ഫിൽട്രേഷൻ മെക്കാനിസം, അതിൽ ആ PCT എങ്ങനെയാണ് അബ്സോർപ്ഷൻ നടക്കുന്നത്, അതുപോലെ ലൂപ്പ് ഓഫ് ഹെൻലെയിൽ എന്തൊക്കെ അബ്സോർബ് ചെയ്യുന്നു, എത്ര അളവിൽ നടക്കുന്നു, DCT എന്തൊക്കെ അബ്സോർപ്ഷൻ നടക്കുന്നു, റീഅബ്സോർപ്ഷൻ നടക്കുന്നു, അതിൻ്റെ മെക്കാനിസം എങ്ങനെയാണ്, അതുപോലെ നമ്മുടെ കളക്റ്റിംഗ് ഡക്റ്റ് അതിലെന്തൊക്കെയാണ് അബ്സോർബ് ചെയ്യുന്നത്, ആ ഓരോ ടൈപ്സ് നെഫ്രോൺസ് എന്തൊക്കെയാണ്, എവിടെയൊക്കെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്, റീനൽ കോർട്ടക്സ് എന്താണ്, റീനൽ മെഡുല എന്താണ്, അതിൻ്റെ ഫങ്ഷൻസ് എന്താണ്, റീനൽ മൈനർ കാലിക്സ്, മേജർ കാലിക്സ്, റീനൽ പെൽവിസ്, യൂറത്ര, യൂറിനറി ബ്ലാഡർ, അതിനകത്തുള്ള റൂഗെ, എൻഡോത്തീലിയം, ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ നിന്ന് നല്ല ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അനാട്ടമിയും ഫിസിയോളജിയും അതുപോലെ തന്നെ അതിൻ്റെ പെത്തോളജിക്കൽ കണ്ടീഷൻസും. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്, നോട്ട് ഇറ്റ് ഔട്ട്. നെക്സ്റ്റ് ഇവിടെ എൻ്റെ ഒരു നെക്സ്റ്റ് എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. ഗ്ലോമർലാർ കാപ്പിലറീസ് ആർ ദ മോസ്റ്റ് പെർമിയബിൾ ഇൻ ദ ബോഡി, ബീങ് അബൌട്ട് 50 times മോർ പോറസ് ദാൻ അതർ ടൈപ്സ് ഓഫ് കാപ്പിലറീസ്. ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലുള്ള കാപ്പിലറീസിനേക്കാളും കൂടുതൽ ഹോളുകളുള്ള
പോറസ് ആയിട്ടുള്ള കാപ്പിലറീസ് ആണ് ഗ്ലോമർലാർ കാപ്പിലറീസ്. അതുപോലെ തന്നെ ലാർജ് പ്രോട്ടീൻസ് ഫിൽട്ടർ ചെയ്യുന്നത് തടയുന്നത് അതിൻ്റെ ബേസ്മെൻറ്റ് മെംബ്രെയിനാണ്. അപ്പോൾ അത് തിന്നാണെങ്കിൽ അത് പെട്ടെന്ന് ഫിൽട്ടർ ചെയ്യാൻ നമുക്ക് സഹായിക്കുന്നു. ഒപ്പം തന്നെ അവിടെ എന്ത് ചെയ്തു, കാപ്പിലറി നെറ്റ്വർക്ക് എക്സ്റ്റെൻസീവായിട്ട് സർഫസ് ഏരിയ ഉണ്ടെങ്കിൽ അത് നമ്മുടെ ഫിൽട്രേഷൻ്റെ അളവ് കൂട്ടുന്നു. ഒപ്പം അവിടെ കാപ്പിലറി ബ്ലഡ് പ്രഷർ കൂടുതലാണെങ്കിൽ അതും അതിൻ്റെ ഫിൽട്രേഷൻ്റെ അളവ് കൂട്ടുന്നതിന് സഹായിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ നെഫ്രോണിൻ്റെ സ്ട്രക്ചർ, നിങ്ങൾക്കറിയായിരിക്കും. ഇതാണ് റീനൽ കോർപ്പസ്കിൾ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ഗ്ലോമർലസും ഇത് ബൊമാൻസ് ക്യാപ്സ്യൂളും, ഇത് രണ്ടും കൂടി ചേർന്ന് റീനൽ കോർപ്പസ്കിൾ. ഇവിടെ നിന്ന് ഫിൽട്ടർ ചെയ്യുന്ന ഇവിടെ PCTയിലെത്തുന്നു. അത് കഴിഞ്ഞാൽ ലൂപ്പ് ഓഫ് ഹെൻലെ, അത് കഴിഞ്ഞാൽ DCT, അത് കഴിഞ്ഞാൽ കളക്റ്റിംഗ് ഡക്റ്റ്. കളക്റ്റിംഗ് ഡക്റ്റുകളെല്ലാം ചേർന്ന് എന്ത് ചെയ്യുന്നു, മൈനർ കാലിക്സിലോട് പറ്റുന്നു. മൈനർ കാലിക്സുകളെല്ലാം ചേർന്ന് മേജർ കാലിക്സ്, മേജർ കാലിക്സുകൾ ചേർന്ന് റീനൽ പെൽവിസ്. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അവിടെ നിന്ന് യൂറിൻ എങ്ങോട്ട് പോകുന്നു, യൂററ്റർ വഴി യൂറിനറി ബ്ലാഡറിൽ പോയി അവിടെ നിന്ന് യൂറത്ര വഴി എക്സ്റ്റേണൽ സ്പിഞ്ചർ ഓപ്പണിംഗ്, നെക്സ്റ്റ് ഇൻറ്റേർണൽ സ്പിഞ്ചർ ഓപ്പണിംഗ്, നെക്സ്റ്റ് എക്സ്റ്റേണൽ സ്പിഞ്ചർ ഓപ്പണിംഗ്, യൂറിൻ പുറത്തോട്ട് പോകുന്നു. ആ ഒരു മെക്കാനിസം കംപ്ലീറ്റ്ലി ഞാൻ വളരെ ചുരുക്കിയാണ് പറഞ്ഞത്, കംപ്ലീറ്റ്ലി നിങ്ങളത് പഠിക്കണം. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അത് പഠിക്കേണ്ട അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ എയിംസിൽ ചോദിക്കുന്ന രീതിയിലുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് ഗ്ലോമർലസിൽ എന്താണ് സംഭവിക്കുന്നത്, ഗ്ലോമർലാർ ഫിൽട്രേഷൻ നടക്കുന്നു, ഫിൽട്രേറ്റ് ഫോം ചെയ്യുന്നു. PCTയിൽ എന്തൊക്കെ അബ്സോർബ് ചെയ്യുന്നു, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അതായത് നമ്മുടെ കൂടുതൽ പോർഷനും റീഅബ്സോർഷൻ നടക്കുന്നത് PCTയിലാണ്. 65% സോഡിയവും പൊട്ടാസ്യം അവിടെ ഫിൽട്ടർ ചെയ്യുന്നു, റീഅബ്സോർഷൻ നടക്കുന്നു. കാൽസ്യം റീഅബ്സോർഷൻ നടക്കുന്നു, മെഗ്നീഷ്യം റീഅബ്സോർഷൻ നടക്കുന്നു. 85% സോഡിയം ബൈകാർബണേറ്റ് റീഅബ്സോർവ് ചെയ്യുന്നു. 100% ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. 100% എന്താണ് PCTയിൽ അബ്സോർബ് ചെയ്യുന്നത്? നോർമൽ ആയിട്ടുള്ളൊരു വ്യക്തിയിൽ 100% ഗ്ലൂക്കോസും അമിനോ ആസിഡ്സും PCTയിൽ തന്നെ റീഅബ്സോർബ് ചെയ്യുന്നു. അങ്ങനെ ഓരോ സെക്ഷനിലുള്ള റീഅബ്സോർഷനെ കുറിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് നോക്കുക. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അതുപോലെ ഓരോ നമ്മൾ ഡയൂറട്ടിക്സ് കഴിക്കുമ്പോഴും അത് നമ്മുടെ നെഫ്രോണിൽ ഏത് ഭാഗത്താണ് എഫക്റ്റ് ചെയ്യുന്നത്? ലൂപ്പ് ഡയൂറട്ടിക്സ് ലൂപ്പ് ഓഫ് ഹെൻലെയിലാണ് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത്. തയസൈഡ്സ് DCTയിൽ എഫക്റ്റ് ചെയ്യുന്നു. പൊട്ടാസ്യം സ്പെയറിംഗ് കളക്റ്റിംഗ് ഡക്റ്റിൽ ഫംഗ്ഷൻ ചെയ്യുന്നു. കാർബോണിക് ആൻഹൈഡ്രേറ്റ്സ് ഇൻഹിബിറ്റേഴ്സ് ഇതെവിടെ ആക്ട് ചെയ്യുന്നു? PCTയിൽ ആക്ട് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കണക്ഷൻഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാൻ ചാൻസ്, നോക്കി വയ്ക്കുക. നെക്സ്റ്റ് 6ാമത്തെ ക്വസ്റ്റ്യൻ, ഒക്ലൂഷൻ ഓഫ് LAD വിൽ ലീഡ് ടു ഇൻഫാക്ഷൻ ഓഫ് വിച്ച് ഏരിയ? അതായത് നമ്മുടെ LAD എന്ന് പറയുന്നത് നമ്മുടെ കൊറോണറി ആർട്ടറീസിൻ്റെ, നമ്മുടെ ഹാർട്ടിൻ്റെ കൊറോണറി ആർട്ടറീസിൻ്റെ ഒരു ഡിവിഷനാണ്. അതായത് ലെഫ്റ്റ് ആൻറ്റീരിയർ ഡിസെൻഡിങ് ആർട്ടറി, ലെഫ്റ്റ് ആൻറ്റീരിയർ ഡിസെൻഡിങ് ആർട്ടറി, ലെഫ്റ്റ് കൊറോണറി ആർട്ടറിയുടെ ഒരു ഡിവിഷനാണ് ലെഫ്റ്റ് ആൻറ്റീരിയർ ഡിസെൻഡിങ് ആർട്ടറി. ഇത് ഈ ഒരു ലെഫ്റ്റ് ആൻറ്റീരിയർ ഡിസെൻഡിങ് ആർട്ടറിയിൽ ക്ലോട്ട് സംഭവിച്ച് അതിലൂടെയുള്ള ബ്ലഡ് ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ സപ്ലൈ ചെയ്യുന്നില്ല എങ്കിൽ മയോകാർഡിയൽ ഇൻഫാക്ഷൻ എവിടെയാണ് ഉണ്ടാകുന്നത്? അതിൻ്റെ അർത്ഥം അവിടെ ഇത്രയേ ഉള്ളൂ, ലെഫ്റ്റ് ആൻറ്റീരിയർ ഡിസെൻഡിങ് ആർട്ടറി ഏത് ഭാഗത്തോട്ടാണ് ബ്ലഡ് സപ്ലൈ ചെയ്യുന്നത്, അപ്പോൾ അവിടെയാണല്ലോ ഇൻഫാക്ഷൻ ഉണ്ടാകുക. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഒക്ലൂഷൻ ഓഫ് the LAD will lead to infarction of which area? Posterior part of the interventricular septum ആണോ, anterior wall of the left ventricle ആണോ, lateral part of the heart ആണോ, inferior surface of the left ventricle ആണോ? കറക്റ്റ് ഓപ്ഷൻ B, ആൻറ്റീരിയർ വാൾ ഓഫ് ദ ലെഫ്റ്റ് വെൻട്രിക്കിൾ. ലെഫ്റ്റ് അത് നമ്മുടെ ഹാർട്ടാണെങ്കിൽ ഇത് ലെഫ്റ്റ് വെൻട്രിക്കിൾ, ഇത് ലെഫ്റ്റ് ആണ്, ഇത് റൈറ്റ് ആണ്. ഈ ലെഫ്റ്റ് വെൻട്രിക്കിളിൻ്റെ ആൻറ്റീരിയർ സൈഡിലോട്ടാണ് LAD ബ്ലഡ് സപ്ലൈ ചെയ്യുന്നത്, ലെഫ്റ്റ് ആൻറ്റീരിയർ ഡിസെൻഡിങ് ആർട്ടറി ബ്ലഡ് സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ആ ഭാഗത്തായിരിക്കും എന്ത് സംഭവിക്കുക? അവിടെ ഈ മയോകാർഡിയൽ ഇൻഫാക്ഷൻ ഡെവലപ്പ് ചെയ്യുക. ലെഫ്റ്റ് ആൻറ്റീരിയർ ഡിസെൻഡിങ് ആർട്ടറി ഈസ് ഓൾസോ നോൺ ആസ് ആൻറ്റീരിയർ ഇൻ്റർവെൻട്രിക്കുലർ ആർട്ടറി ആൻഡ് റൺസ് ദ സെയിം നെയിം ആസ് ഗ്രൂവ്. അതായത് നമ്മുടെ ഈ ഒരു സെൻട്രൽ ഭാഗത്തോട്ട് കൂടി, ഈ ഒരു ഭാഗത്തോട്ട് കൂടിയാണ് ഇവിടെ ബ്ലഡ് സപ്ലൈ ചെയ്യുന്നത്, ആൻറ്റീരിയർ ഇൻ്റർവെൻട്രിക്കുലർ ആർട്ടറി. അതുകൊണ്ട് തന്നെ ഇവിടെ മയോകാർഡിയൽ ഇൻഫാക്ഷൻ എവിടെയായിരിക്കും ഉണ്ടാകുന്നത്? നമ്മുടെ ഈ ഒരു ആൻറ്റീരിയർ വെൻട്രിക്കിളിൻ്റെ ലെഫ്റ്റ് വെൻട്രിക്കിളിൻ്റെ ആൻറ്റീരിയർ സർഫസിലായിരിക്കും അവിടെ മയോകാർഡിയൽ ഇൻഫാക്ഷൻ ഡെവലപ്പ് ചെയ്യുക. അപ്പോൾ ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൊറോണറി സർക്കുലേഷൻ, കൊറോണറി ആർട്ടറീസ്, റൈറ്റ് കൊറോണറി ആർട്ടറി, ലെഫ്റ്റ് കൊറോണറി ആർട്ടറി എവിടെ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്നു, എങ്ങനെയെല്ലാം അത് ഡിവൈഡ് ചെയ്യുന്നു, ഓരോ ബ്രാഞ്ചസ് ഓഫ് ഹാർട്ടിൻ്റെ ഏത് ഭാഗത്തോട്ട് ബ്ലഡ് സപ്ലൈ ചെയ്യുന്നു. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻ്റ്. അതുപോലെ നമ്മുടെ കാർഡിയാക്കിൻ്റെ ആർട്ടീരിയൽ സപ്ലൈ മാത്രമല്ല, കൊറോണറി സർക്കുലേഷൻ എന്ന് പറഞ്ഞാൽ കൊറോണറി ആർട്ടറീസും അവിടെ കൊറോണറി വെയിനും വരണം.
കൊറോണറി സൈനസ് അതെവിടെയാണ് ഓപ്പൺ ചെയ്യുന്നത്, അതിൻ്റെ ഡിവിഷൻസ് ബ്രാഞ്ചസ് എന്തൊക്കെയാണ്, അത് എവിടെ നിന്നൊക്കെയാണ് ബ്ലഡ് കളക്ട് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് നോക്കണമെങ്കിൽ ഈ ഒരു പിക്ചർ നോക്കിയാൽ മതി. നിങ്ങളുടെ കയ്യിൽ ടെക്സ്റ്റ് ബുക്കുകളൊന്നും ഇല്ല എങ്കിൽ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. റൈറ്റ് കൊറോണറി ആർട്ടറി, അതിൻ്റെ ഡിവിഷൻ എങ്ങനെയൊക്കെയാണ്, പോസ്റ്റീരിയർ ഡിസെൻഡിങ് ആർട്ടറി ആയിട്ട് ബാക്കിലോട്ട് പോകുന്നുണ്ട്. പിന്നെ ഇവിടെ റൈറ്റ് മാർജിനൽ ആർട്ടറി ഉണ്ട്, ഇതെങ്ങോട്ടൊക്കെയാണ് ബ്ലഡ് സപ്ലൈ ചെയ്യുന്നത്. നെക്സ്റ്റ് ലെഫ്റ്റ് കൊറോണറി ആർട്ടറി, ഇവിടെ ഫ്രണ്ട് സൈഡിലോട്ട് വരുന്നതാണ് ലെഫ്റ്റ് ആൻറ്റീരിയൽ ഡിസെൻഡിങ് ആർട്ടറി, ബാക്ക് സൈഡിലോട്ട് പോകുന്നത് ലെഫ്റ്റ് സർക്കംഫ്ലെക്സ് ആർട്ടറി. പിന്നെ അതിൻ്റെ എല്ലാം M1 M2 എന്ന് പറഞ്ഞിട്ടുള്ള മാർജിനൽ ആർട്ടറീസും ഡയഗണൽ ആർട്ടറീസും ഒക്കെ വരുന്നുണ്ട്. ഇത്രയുമാണ് ഇതിൻ്റെ ഡിവിഷൻസ്. ഇത് നോക്കി വയ്ക്കാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡയഗ്രാംസ്, അതുപോലെ തന്നെ ഹ്യൂമൻ ഹാർട്ട് പഠിക്കുമ്പോൾ നമ്മൾ ഫീറ്റൽ സർക്കുലേഷൻ കൂടി പഠിക്കുക. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഫീറ്റൽ സർക്കുലേഷൻ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. നോർമൽ ഫീറ്റൽ സർക്കുലേഷൻ എങ്ങനെ നടക്കുന്നു, എത്ര ആംബ്ലിക്കൽ ആർട്ടറീസ് ഉണ്ട്, എത്ര ആംബ്ലിക്കൽ വെയിൻ ഉണ്ട്, ഏത് ആർട്ടറി വഴി ബ്ലഡ് കുഞ്ഞിലോട്ട് എത്തുന്നു, ഏത് വെയിൻ വഴി തിരിച്ചു പുറത്തോട്ട് വരുന്നു, അല്ലെങ്കിൽ ഏത് ആർട്ടറിയാണ് ബ്ലഡ് സപ്ലൈ ചെയ്യുന്നത്, ഏത് ആർട്ടറിയാണ് പുറത്തോട്ട് ബ്ലഡ് വരുന്നത്, എന്തൊക്കെ അബ്നോർമൽ സ്ട്രക്ചർ അഡൽട്ടിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എന്തൊക്കെ അബ്നോർമൽ സ്ട്രക്ചറുകൾ ഫീറ്റൽ സർക്കുലേഷനിൽ കാണുന്നുണ്ട്, അവ ഓപ്പൺ ആയിരിക്കുന്ന ഈ അബ്നോർമൽ സ്ട്രക്ചേഴ്സ് ക്ലോസ് ആയി കഴിയുമ്പോൾ അവ എന്തൊക്കെ പേരുകളിൽ അറിയപ്പെടുന്നു, ഇതെപ്പോഴാണ് ക്ലോസ് ആകുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചോദിക്കാറുണ്ട്. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളൊന്ന് ഇത് വീഡിയോ പോസ് ചെയ്ത് വെച്ച് ഇതൊന്ന് വായിച്ചാൽ മാത്രം മതി എന്തൊക്കെയാണെന്നുള്ളത്. ഫൊറാമൻ ഒവാലെ എന്താണ്, ഡക്ടസ് ആർട്ടീരിയോസിസ് എന്തൊക്കെയാണ്, ഡക്ടസ് വീനസ് എന്താണ്, അംബ്ലിക്കൽ വെയിൻ എന്താണ്, അംബ്ലിക്കൽ ആർട്ടറീസ് എന്തൊക്കെയാണ്, അതിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്, എല്ലാം ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കുന്നുണ്ട്. ഒന്ന് വായിച്ചു നോക്കാം. ഓക്കെ, നെക്സ്റ്റ് 7th ക്വസ്റ്റ്യൻ. ഓൾ ഓഫ് ദ ഫോളോയിങ് ആർ ട്രൂ അബൌട്ട് കാവർണസ് സൈനസ് ത്രോംബോസിസ്. കാവർണസ് സൈനസ് ത്രോംബോസിസിനെ കുറിച്ച് ട്രൂ ആയിട്ടുള്ളത് കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ പോയിന്റ്സുകളാണ് കൊടുത്തിരിക്കുന്നത് ഒന്നൊഴികെ. എന്നാൽ തെറ്റായിട്ടുള്ളത് എന്താണെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ, സ്പ്രെഡ്സ് ത്രൂ എത്മോയിഡൽ സൈനസ്. നമ്മുടെ മൂക്കിൻ്റെ ഭാഗത്ത് വരുന്ന എത്മോയിഡൽ സൈനസിൽ നിന്നാണ് സ്പ്രെഡ് ചെയ്യുന്നത്. ഓപ്ഷൻ എ പറഞ്ഞത്. നെക്സ്റ്റ് ഓപ്ഷൻ ബി, ലോസ് ഓഫ് സെൻസേഷൻ അറൗണ്ട് ഓർബിറ്റ്. ഓപ്ഷൻ സി, ലോസ് ഓഫ് ജോ ജർക്ക് ലോസ് സംഭവിക്കുന്നു. ഓപ്ഷൻ ഡി, ഇൻഫെക്ഷൻ സ്പ്രെഡ്സ് ടു cavernous sinus from danger area of face via superior ophthalmic vein muscles of mastication and temporomandibular joint. ഇതിൽ തെറ്റായിട്ടുള്ള ഓപ്ഷൻ, അതായത് തെറ്റായിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. കറക്റ്റായിട്ട് കാവർണസ് സൈനസ് ത്രോംബോസിസ് ഡെവലപ്പ് ചെയ്യുന്നത് എത്മോയിഡൽ സൈനസ് വഴി തന്നെയാണ്. അതുപോലെ നമ്മുടെ കണ്ണിന് ചുറ്റുമുള്ള ഓർബിറ്റിൽ അവിടെ എന്ത് ചെയ്യുന്നു, സെൻസേഷൻ നഷ്ടപ്പെടുന്നുണ്ട്. കാവർണസ് സൈനസിൽ നിന്ന് ഇൻഫെക്ഷൻ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഒഫ്താൽമിക് വെയിൻ വഴിയാണ് ഈ ഒരു ഇൻഫെക്ഷൻ അവിടെ ത്രോംബോസിസ് അവിടെ ഉണ്ടാകുന്നത്. ബാക്കി എല്ലാ പോയിന്റും ശരിയാണ്. ലോസ് ഓഫ് ജോ ജർക്ക് മാത്രമാണ് തെറ്റായിട്ടുള്ള ഓപ്ഷൻ. കാവർണസ് സൈനസ് ത്രോംബോസിസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ മുഖത്തൊക്കെ മുഖക്കുരുകൾ വരാറുണ്ട്. അപ്പോൾ നമ്മൾ അതിനിങ്ങനെ ഞെക്കി അമർത്തി അതിനെ ഒരു പരിവാക്കും നമ്മൾ ചില ആൾക്കാർ. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് വഴി അവിടെ ഇൻഫെക്ഷൻ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതുവഴി ഉണ്ടാകുന്നൊരു കോംപ്ലിക്കേഷനാണ്, അങ്ങനെ ഉണ്ടാകാൻ ചാൻസ് ഉള്ള, അതുകൊണ്ട് മാത്രമല്ല അങ്ങനെ ഉണ്ടാകാൻ ചാൻസ് ഉള്ള ഒരു കണ്ടീഷനാണ് കാവർണസ് സൈനസ് ത്രോംബോസിസ് എന്ന് പറയുന്നത്. നോസിലും സൈനസിലും ഇയറിലും ടീത്തിലുമൊക്കെ ഇൻഫെക്ഷൻ, സ്ട്രെപ്റ്റോകോക്കസ് സ്റ്റെഫ്ലോകോക്കസിൻ്റെ ഇൻഫെക്ഷൻ ഉണ്ടാവുകയും ആ ഇൻഫെക്ഷൻ സ്പിനോയിഡ് സൈനസ്, എത്മോയിഡ് സൈനസ്, ഫ്രണ്ടൽ സൈനസുകളിലൂടെ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഈ ഒരു കാവർണസ് സൈനസ് ത്രോംബോസിസിൽ കാരണമാവുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ ഇതെന്ത് ചെയ്യും, നമ്മുടെ ക്രാനിയൽ നെർവ്സിൻ്റെ 3, 4, 5, 6 ക്രാനിയൽ നെർവ്സിനെ അത് ഇൻവോൾവ് ചെയ്യിപ്പിക്കുകയും ഇവിടെ എല്ലാ പ്രോബ്ലംസ് ഓഫ്താൽമോപ്ലീജിയ, പാരാലിസിസ് ഓഫ് നമ്മുടെ ഐ മസിൽസ്, അതുപോലെ കൺജങ്ക്റ്റൈവ സ്വെല്ലിങ്, ഐബോൾ പ്രൊട്രൂഷൻ, ഒപ്റ്റിക് നെർവിൻ്റെ ഡാമേജ്, ഇതെല്ലാം ഉണ്ടാകുന്നത്. അതുപോലെ നമ്മുടെ ഇൻട്രാക്രേനിയൽ പ്രഷർ കൂട്ടുന്നതിനൊക്കെ കാരണമാകുന്നു. സോ ട്രൈ ടു അവോയ്ഡ് ദിസ് ടൈപ്പ് ഓഫ് ഇൻഫെക്ഷൻ. എന്തെങ്കിലും ഇൻഫെക്ഷൻസ് വന്നാൽ പ്രോപ്പറായിട്ട് കെയർ ചെയ്ത് ഇൻഫെക്ഷൻസ് കൂടാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, അതുപോലെ ക്രാനിയൽ നെർവ്സിന് ഇവിടെ മെൻഷൻ ചെയ്തുകൊണ്ട് മറ്റൊരു കാര്യം കൂടി ഞാനിവിടെ കൊടുക്കുന്നു. എന്തൊക്കെയാണ് ക്രാനിയൽ നെർവ്സ്, അതിൻ്റെ ഓർഡർ, അത് സെൻസറി ആണോ, മോട്ടോറാണോ, മിക്സ്ഡ് ആണോ, എവിടെ നിന്ന് ഒറിജിൻ ചെയ്യുന്നു, എവിടെ എത്തിച്ചേരുന്നു, എന്താണ് അതിൻ്റെ ഫങ്ഷൻ, മിനിമം ഇത്രയും കാര്യങ്ങളെങ്കിലും നിങ്ങൾ ക്രാനിയൽ നെർവ്സിനെ കുറിച്ച് പഠിച്ചിരിക്കണം. എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ ക്രാനിയൽ നെർവ്സും അതിൻ്റെ ഒറിജിനോ അതിൻ്റെ ടൈപ്സോ ലൊക്കേഷനോ ഫങ്ഷനോ വെച്ചിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ അബ്നോർമാലിറ്റീസിനെ വെച്ചിട്ടോ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നെക്സ്റ്റ് നമുക്ക് 8ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ നഴ്സ് ഈസ് കെയറിംഗ് ഫോർ എ ക്ലയൻറ്റ് വിത്ത് ഹാർട്ട് ഫെയില്യൂർ. ഓക്കെ, on assessment nurse notes that
ക്ലയൻറ്റ് ഈസ് ഡിസ്നിക്, ക്ലയൻറ്റിന് എന്തുണ്ട്, നമ്മുടെ വീസിങ് അല്ലെങ്കിൽ ഡിഫിക്കൽട്ട് ബ്രീത്തിങ് ഉണ്ട്. ക്രാക്കിൾസ് ഉണ്ട്. അതുപോലെ ഓസ്കൾട്ടേറ്റ് ചെയ്യുമ്പോൾ ക്രാക്കിൾസ് നമുക്ക് കേൾക്കാൻ പറ്റുന്നെന്നും മനസ്സിലായി. വാട്ട് അഡീഷണൽ മാനിഫെസ്റ്റേഷൻ വുഡ് ദ നേഴ്സ് എക്സ്പെക്ട് ടു നോട്ട് ഇൻ ദിസ് ക്ലയൻറ്റ് ഇഫ് എക്സസ് ഫ്ലൂയിഡ് വോളിയം എക്സസ് ഉള്ള പേഷ്യൻ്റ് ആണെങ്കിൽ, ഹാർട്ട് ഫെയിലിയർ ഉള്ള പേഷ്യൻസിന് ഫ്ലൂയിഡ് എന്ത് ചെയ്യും, ശരീരത്തിൽ തങ്ങി നിൽക്കും അല്ലേ, ഫ്ലൂയിഡ് വോളിയം എക്സസ് ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഡിസ്നിയയ്ക്കും ക്രാക്കിൾസിനും ഒപ്പം മറ്റെന്ത് സിംറ്റമാണ് ആ ഒരു നേഴ്സ് ഈ ഒരു പേഷ്യൻറ്റിന് എക്സ്പെക്ട് ചെയ്യുന്നത്? വെയ്റ്റ് ലോസ് ആൻഡ് ഡ്രൈ സ്കിൻ ആണോ, ഫ്ലാറ്റ് നെക്ക് ആൻഡ് ഹാൻഡ് വെയിൻസ് ആണോ, ഡിക്രീസ്ഡ് യൂറിൻ ഔട്ട്പുട്ട് ആൻഡ് ഇൻക്രീസ് ഇൻ ബ്ലഡ് പ്രഷർ ആൻഡ് ഇൻക്രീസ്ഡ് റെസ്പിറേഷൻ, വീക്ക്നെസ് ആൻഡ് ഡിക്രീസ്ഡ് സെൻട്രൽ വീനസ് പ്രഷർ. ഫ്ലൂയിഡ് കൂടുന്ന ഒരാൾക്ക് ഒരിക്കലും വെയിറ്റ് കുറയില്ല, സ്കിന്ന് ഡ്രൈ ആകത്തുമില്ല. സോ ഫസ്റ്റ് ഓപ്ഷൻ റോങ്. നെക്സ്റ്റ്, ഫ്ലൂയിഡ് കൂടുതലുള്ള ആൾക്ക് BP കൂടാനാണ് ചാൻസ്. അപ്പോൾ അവിടെ നെക്കിൻ്റെ വെയിന് ഫ്ലൂയിഡ് എക്സസ് ഉള്ള പേഷ്യൻസിന് ജുഗുലാർ വെയിനൊക്കെ അവിടെ എന്ത് ചെയ്യും, ഡിസ്റ്റൻഡഡ് ആയിട്ട് വീർത്ത് കാണുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ രണ്ടാമത്തെ ഫ്ലാറ്റ് നെക്ക് വെയിൻസ് ആൻഡ് ഹാൻഡ് വെയിൻസ് അതും തെറ്റാണ്. അതുപോലെ യൂറിൻ ഔട്ട്പുട്ടും കുറയുകയല്ല, കൂടുകയാണ് വേണ്ടത്. അതുപോലെ ആൻഡ് ഇൻക്രീസ് ഇൻ ബ്ലഡ് പ്രഷർ കൂടും, ഡെഫിനറ്റ്ലി ഫ്ലൂയിഡ് വോളിയം കൂടുതലായതുകൊണ്ട് അവിടെ ബ്ലഡ് പ്രഷർ കൂടും, റെസ്പിറേഷനും കൂടും. സോ കറക്റ്റ് ഓപ്ഷൻ 3 ആണ്. പിന്നെ അടുത്ത ഓപ്ഷൻ കൂടെ ഒന്ന് നോക്കാം. CVP കുറയുകയല്ല, കൂടുകയാണ് ചെയ്യുക. വീക്ക്നെസ് ഉണ്ടാകും, പക്ഷേ CVP അവിടെ കൂടുകയാണ് വേണ്ടത്. സോ കറക്റ്റ് ഓപ്ഷൻ 3 ആണ്. ഫ്ലൂയിഡ് വോളിയം എക്സസ് ഈസ് ഓൾസോ നോൺ ആസ് ഓവർ ഹൈഡ്രേഷൻ ഓർ ഫ്ലൂയിഡ് ഓവർലോഡ് ഒക്കോസ് ബിക്കോസ് ഫ്ലൂയിഡ് ഇൻടേക്ക് ഈസ് മോർ ഓർ ഫ്ലൂയിഡ് റിട്ടൻഷൻ ഈസ് മോർ. ഫ്ലൂയിഡ് കുടിക്കുന്നത് കൂടുതലായതുകൊണ്ടോ അല്ലെങ്കിൽ ഇൻടേക്ക് കൂടുന്നത് കൊണ്ടോ അല്ലെങ്കിൽ പുറത്തോട്ട് പോകേണ്ട ഫ്ലൂയിഡ് അവിടെ പോകാത്തത് കൊണ്ടോ ആയിരിക്കും. അപ്പോൾ ഫ്ലൂയിഡ് വോളിയം എക്സസ് ആയാൽ അവിടെ എന്തൊക്കെ സിംറ്റംസ് ഉണ്ടാകും? കഫ് ഉണ്ടാകും, ഡിസ്നിയ ഉണ്ടാകും, ക്രാക്കിൾസ് ഉണ്ടാകും, ടാക്കിപ്നിയ ഉണ്ടാകും, ടാക്കിക്കാർഡിയ ഉണ്ടാകും, എലിവേറ്റഡ് ബ്ലഡ് പ്രഷർ ഉണ്ടാകും, ബൗണ്ടിങ് പൾസ് ഉണ്ടാകും, എലിവേറ്റഡ് CVP ഉണ്ടാകും, സെൻട്രൽ വീനസ് പ്രഷർ, വെയിറ്റ് ഗെയിൻ ഉണ്ടാകും, എഡിമ ഉണ്ടാകും, നെക്ക് ആൻഡ് ഹാൻഡ് വെയിൻ ഡിസ്റ്റൻഷൻ ഉണ്ടാകും, ഓൾട്ടേർഡ് ലെവൽ ഓഫ് കോൺഷ്യസ്നെസ് ഉണ്ടാകും, ഡിക്രീസ്ഡ് ഹെമറ്റോക്രിറ്റ് ഉണ്ടാകും അല്ല. ഇത്രയുമാണ് ഫ്ലൂയിഡ് വോളിയം എക്സസിൻ്റെ സയൻസ് ആൻഡ് സിംറ്റംസ്. ഡ്രൈ സ്കിന്നും ഡിക്രീസ്ഡ് യൂറിനറി ഔട്ട്പുട്ടും ഫ്ലാറ്റ് നെക്ക് ആൻഡ് ഹാൻഡ് വെയിനും ഒക്കെ നോട്ട് ചെയ്യുന്നത് എവിടെയാണ്? ഫ്ലൂയിഡ് വോളിയം ഡെഫിസിറ്റ് ആണ്. വീക്ക്നെസ് ഇറ്റ് വിൽ ബി പ്രസന്റ് ഇൻ ഡെഫിസിറ്റ് ആസ് വെൽ ആസ് എക്സസ്. ഫ്ലൂയിഡ് വോളിയം കൂടിയാലും കുറഞ്ഞാലും പേഷ്യൻറ്റിന് അവിടെ വീക്ക്നെസ് ഉണ്ടാകും. നെക്സ്റ്റ് 9th ക്വസ്റ്റ്യൻ. ദ നേഴ്സ് റിവ്യൂസ് client's record and it determines that client is at risk for developing potassium deficit, hypokalemia. അവിടെ പേഷ്യൻറ്റിൻ്റെ ബ്ലഡ് സാമ്പിൾ ടെസ്റ്റ് ചെയ്തപ്പോൾ അതിൻ്റെ റിസൾട്ട് വെച്ചിട്ട് നേഴ്സ് എന്ത് മനസ്സിലാക്കി? there is a risk for developing potassium deficit. എങ്കിൽ ഇതിൽ താഴെ പറയുന്നതിൽ ഏത് കാര്യമായിരിക്കും ആ നേഴ്സ് അവിടെ നോട്ട് ചെയ്തത്? സസ്റ്റൈൻഡ് ടിഷ്യൂ ഡാമേജ്, കണ്ടിന്യൂസ് ആയിട്ടുള്ള ടിഷ്യൂ ഡാമേജ് ഉള്ളത് കൊണ്ടാണോ, അതോ നാസോഗാസ്ട്രിക് സക്ഷൻ ആ പേഷ്യൻ്റ് ചെയ്യുന്നത് കൊണ്ടാണോ, അഡിസൺസ് ഡിസീസ് ഉള്ളത് കൊണ്ടാണോ, അല്ലെങ്കിൽ അതിൻ്റെ ഹിസ്റ്ററി ഉള്ളത് കൊണ്ടാണോ, യൂറിക് ആസിഡിൻ്റെ ലെവല് അവിടെ 9.4 ആയതുകൊണ്ടാണോ അവിടെ നേഴ്സ് പറയും there is a chance for potassium deficit. കറക്റ്റ് ഓപ്ഷൻ 2 റിക്വയർസ് നാസോഗാസ്ട്രിക് സക്ഷനിങ്. നാസോഗാസ്ട്രിക് സക്ഷനിങ് ചെയ്യുമ്പോൾ നമ്മുടെ ഗ്യാസ്ട്രിക് ഫ്ലൂയിഡാണ് പുറത്തോട്ട് വരുന്നത്. കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തിൽ ഗ്യാസ്ട്രിക് ഫ്ലൂയിഡിൽ എന്ത് കാണുന്നുണ്ട്? പൊട്ടാസ്യം കാണുന്നുണ്ട്. സോ വെൻ വി ആർ ഡൂയിങ് നാസോഗാസ്ട്രിക് സക്ഷനിങ് ദർ ഇസ് എ ചാൻസ് ഫോർ പൊട്ടാസ്യം ഡെഫിസിറ്റ്. അവിടെ എന്ത് സംഭവിക്കാം? പൊട്ടാസ്യം ഡെഫിസിറ്റ് ഉണ്ടാകാം. അവിടെ ആ ഒരു എക്സസ് സെക്രീഷനിലൂടെ എന്ത് ചെയ്യും? പൊട്ടാസ്യം അവിടെ നമുക്ക് നഷ്ടപ്പെടും. ഫ്ലൂയിഡിൽ അല്ലെങ്കിൽ ബ്ലഡിൽ പൊട്ടാസ്യം ഡെഫിസിറ്റ് ഉണ്ടാകാം, ഹൈപ്പോകലീമിയ ഉണ്ടാകാം. നോർമൽ സീറം പൊട്ടാസ്യം ലെവൽ എത്രയാണ്? 3.5 to 5 ആണ്. പൊട്ടാസ്യം അതിൽ നിന്ന് കുറഞ്ഞാൽ ഹൈപ്പോകലീമിയ എന്ന് പറയുന്നു, കൂടിയാൽ ഹൈപ്പർ കലീമിയ എന്ന് പറയുന്നു. അപ്പോൾ നാസോഗാസ്ട്രിക് സക്ഷനിങ് ചെയ്യുമ്പോൾ ദർ ഇസ് എ ചാൻസ് ഫോർ ഹൈപ്പോകലീമിയ. ഓക്കെ, ഇനി 10th ക്വസ്റ്റ്യൻ. The nurse reviews a client's electrolyte laboratory report and notes that potassium level is 2.5. What it is? It is hypokalemia. അങ്ങനെയാണെങ്കിൽ
ഇലക്ട്രോലൈറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഫ്ലൂയിഡ് ഡെഫിസിറ്റ്, ഫ്ലൂയിഡ് എക്സസ്, ഇലക്ട്രോലൈറ്റ്സിൻ്റെ പലതരം ഇലക്ട്രോലൈറ്റ്സുകളുണ്ട്, അതിൻ്റെ ഡെഫിസിറ്റും എക്സസും രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. കംപ്ലീറ്റ്ലി നിങ്ങൾ പഠിക്കണം അതിൻ്റെ സയൻസ് ആൻഡ് സിംറ്റംസ്, അതിൻ്റെ കോസസ്, അതുപോലെ അതിൻ്റെ ECG വേരിയേഷൻസ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. മെനി ടൈംസ് ദേ ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് ഫ്രം ദിസ് ടോപ്പിക്, ഫ്ലൂയിഡ് ആൻഡ് ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് 2.5 മില്ലി ഇക്വലന്റ് പെർ ലിറ്റർ പൊട്ടാസ്യം ഉള്ള ഒരു പേഷ്യൻറ്റിൻ്റെ ECGയിൽ എന്ത് വേരിയേഷൻ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്? അതായത് ഹൈപ്പോകലീമിയ ഉള്ള പേഷ്യൻറ്റിന് എന്തൊക്കെ ECG വേരിയേഷൻസ് ആണ് ഉണ്ടാകുന്നത്? ഓപ്ഷൻ എ U waves, ഓപ്ഷൻ 2 absent P waves, ഓപ്ഷൻ 3 inverted T waves, ഓപ്ഷൻ 4 depressed ST segment, ഓപ്ഷൻ 5 widened QRS complex. ഇവിടെ 5 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇതിൽ ഏതൊക്കെയാണെന്നുള്ളത് ഒന്നിൽ കൂടുതൽ ഓപ്ഷൻസ് സെലക്ട് ചെയ്യാനാണ്. അപ്പോൾ ഏതൊക്കെയായിരിക്കും? ഇവിടെ പൊട്ടാസ്യം കുറഞ്ഞാൽ U waves, പ്രോമിനൻറ്റ് U waves ഉണ്ടാകും, ഇൻവേർട്ടഡ് അല്ലെങ്കിൽ ഫ്ലാറ്റ് T വേവ്സ് ഉണ്ടാകും, ഡിപ്രസ്ഡ് ST സെഗ്മെൻറ്റും ഉണ്ടാകും. ബാക്കിയുള്ളത് ഹൈപ്പർ കലീമിയയിൽ ഉണ്ടാകുന്നതാണ്. ഹൈപ്പോകലീമിയയിൽ പ്രോമിനൻറ്റ് U വേവ്സ്, ഇൻവേർട്ടഡ് ഓർ ഫ്ലാറ്റ് T വേവ്സ്, ഡിപ്രസ്ഡ് ST സെഗ്മെൻറ്റ്. സോ കറക്റ്റ് ഓപ്ഷൻ 1, 3, 4. ഓക്കെ, അപ്പം നമുക്ക് അതിൻ്റെ ആൻസർ നോക്കാം. നോർമൽ പൊട്ടാസ്യം ലെവൽ 3.5 to 5 ആണ്. ഇഫ് ഇറ്റ് ഈസ് ലെസ് ദാൻ 3.5, 2.5 എന്ന് പറയുമ്പോൾ ഹൈപ്പോകലീമിയ ആണ്. അവിടെ എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടാകാം? ഷാലോ, ഫ്ലാറ്റ് ഓർ ഇൻവേർട്ടഡ് T waves, ST segment depression, prominent U waves. Absent of P waves are not the characteristics of hypokalemia, but it will be observed in atrial fibrillation. AF ഉള്ള അല്ലെങ്കിൽ ഏട്രിയൽ ഫിബ്രിലേഷൻ ഉള്ള പേഷ്യൻസിന്, ജംഗ്ഷണൽ റിതംസ് ഉള്ള പേഷ്യൻസിന്, വെൻട്രിക്കുലാർ റിതംസ് ഉള്ള പേഷ്യൻസ്, അതായത് അരിത്മിയാസ് ഉള്ള പേഷ്യൻസിനാണ് അതുണ്ടാകുന്നത്. അതുപോലെ വൈഡൻഡ് QRS ഉണ്ടാകുന്നത് ഹൈപ്പർ കലീമിയയിലും ഹൈപ്പർ മെഗ്നീഷ്യത്തിലുമാണ്. അതായത് പൊട്ടാസ്യം കൂടുകയോ അതുപോലെ തന്നെ മെഗ്നീഷ്യം കൂടുകയും ചെയ്യുന്ന കണ്ടീഷൻസിലാണ് QRS കോംപ്ലക്സ് വൈഡൻഡ് ആയിട്ട് കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഷോർട്ടായിട്ടുള്ളൊരു ചാർട്ട് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. മിനിമം നിങ്ങൾ ഇത്രയുമെങ്കിലും ECG വേരിയേഷൻ പഠിക്കുക. ഹൈപ്പോകലീമിയ ആണെങ്കിൽ എന്തൊക്കെയാണ് കാണുന്നത്, ഹൈപ്പർ കലീമിയ ആണെങ്കിൽ എന്തൊക്കെ കാണുന്നു, ഹൈപ്പോകാൽസീമിയ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്, വെരി കോമൺ ക്വസ്റ്റ്യൻ. ഹൈപ്പോകാൽസീമിയ, ഹൈപ്പർ കാൽസീമിയ, ഹൈപ്പോ മെഗ്നീഷ്യമ, ഹൈപ്പർ മെഗ്നീഷ്യമ, ഇത്രയും നിങ്ങൾ ECG വേരിയേഷൻ കൃത്യമായിട്ട് പഠിക്കണം. പറ്റിയാൽ ഇലക്ട്രോലൈറ്റ്സിൻ്റെയും ഫ്ലൂയിഡിൻ്റെയും ഇംബാലൻസ് കംപ്ലീറ്റ് ആയിട്ട് നോർമലും അബ്നോർമലും രണ്ടും കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുന്നത് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ച 10 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്, ഒന്ന് നമ്മുടെ ഫ്ലൂയിഡ് ആൻഡ് ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് ആണ്, അതിൻ്റെ ECG വേരിയേഷൻസും അതിൻ്റെ സയൻസ് ആൻഡ് സിംറ്റംസും ആണ്. അടുത്തത് നമ്മുടെ കാവർണസ് സൈനസ് ത്രോംബോസിസ് എന്ന് പറഞ്ഞാൽ അവിടെ നിങ്ങൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് ക്രാനിയൽ നെർവ്സ്, അത് ഇമ്പോർട്ടൻ്റ് ആണ് പഠിക്കാം. നെക്സ്റ്റ് അതുപോലെ തന്നെ ബ്ലഡിൻ്റെ സർക്കുലേഷൻ, ഹാർട്ടിലെ ബ്ലഡിൻ്റെ സർക്കുലേഷൻ, കൊറോണറി സർക്കുലേഷൻ, ഒപ്പം ഫീറ്റൽ സർക്കുലേഷൻ, ഇത് രണ്ടും നന്നായിട്ട് നിങ്ങൾ പഠിക്കുക. ഈ ക്വസ്റ്റ്യൻസിന് പുറമെ ഞാൻ ഈ പറയുന്ന ഈ ടോപ്പിക്സ് നന്നായിട്ട് റീഡ് ചെയ്യുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ഏരിയയാണ് ഞാനിവിടെ എടുത്തു പറയുന്നത്. ആ ഏരിയ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. നിങ്ങൾ മറ്റ് ക്ലാസ്സുകളിൽ, കോച്ചിങ് ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്ത് പഠിക്കുന്നവരായാലും അല്ലാതെ സ്വയം പഠിക്കുന്നവരായാലും നിങ്ങൾക്ക് ഓരോ ക്വസ്റ്റ്യനും സെലക്റ്റീവായിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസാണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഈ പറയുന്ന ടോപ്പിക്സുകൾ നിങ്ങൾ തറവായിട്ട് പഠിക്കുക. ആ ഒരു ഏരിയയിൽ വരുന്ന ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. മാക്സിമം മിനിമം അവിടെ നിങ്ങളൊരു 100 ക്വസ്റ്റ്യനെങ്കിലും ഓരോ ദിവസം പ്രാക്ടീസ് ചെയ്തിരിക്കണം. ഓക്കെ, അപ്പോൾ അതുപോലെ അത് റിലേറ്റഡ് ഡൗട്ടുള്ള ടോപ്പിക്സിൻ്റെ തിയറി ടോപ്പിക്സും പഠിക്കുക. അതുപോലെ തന്നെ നമ്മുടെ നെഫ്രോണിൻ്റെ യൂറിൻ ഫോർമേഷനും അതിൻ്റെ ഫിൽട്രേഷനും റീഅബ്സോർഷനും അതിൻ്റെ റേറ്റും അതിൻ്റെ പാർട്സും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. ഷോക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടോപ്പിക്കാണ്. ബ്ലഡ്, അനാട്ടമി ആൻഡ് ഫിസിയോളജി ഓഫ് ബ്ലഡ്, ബ്ലഡ് ഫോർമേഷൻ, കൊയാഗുലേഷൻ, ബ്ലഡ് ഗ്രൂപ്പിംഗ് ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അത് കഴിഞ്ഞാൽ ലങ്സിൻ്റെ അനാട്ടമി, ലങ്സിൻ്റെ ഡിസീസസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതും പഠിക്കുക. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഈ ഒരു വർഷം തന്നെ 2025 വരുന്ന എക്സാംസ് ആണ് ഞാൻ പറഞ്ഞത്. ഓൾറെഡി നോർസെറ്റ് 9 വിളിച്ചു, ഒരു 3500 വേക്കൻസി. അഡീഷണലി ഇപ്പോൾ അതിൽ മധുര എയിംസും വേറൊരു എയിംസും, ഞാൻ പേര് ഓർക്കുന്നില്ല, മധുര എയിംസും മറ്റൊരു എയിംസും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ വേക്കൻസി കുറച്ചുകൂടെ കൂടിയിട്ടുണ്ട്. ഇനിയും അതിൽ വേക്കൻസി കൂടാൻ ചാൻസ് ഉണ്ട്. ജിപ്മർ, ESIC, എയിംസ്, ഇന്ത്യയിലുള്ള എല്ലാ എയിംസുകൾ, മറ്റു ചില സെൻട്രൽ ഗവൺമെൻറ് ഹോസ്പിറ്റൽസുകൾ, പിന്നെ നമ്മുടെ ശ്രീചിത്ര വിളിക്കുന്നുണ്ട്, നിംഹാൻസ് വിളിക്കുന്നുണ്ട്, പിന്നെ നമ്മുടെ RRB നഴ്സിംഗ് സൂപ്രണ്ടൻറ്റിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്കും ഈ ഒരു ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി യൂസ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം നമ്മുടെ കേരളത്തിൽ MSc എൻട്രൻസ് എക്സാം വിളിച്ചിട്ടുണ്ട്. അതിനും താല്പര്യമുള്ളവർ, MNC പഠിക്കാൻ താല്പര്യമുള്ളവർ, അതിനും പ്രിപ്പയർ ചെയ്യുന്നവർക്ക് നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് യൂസ്ഫുൾ ആയിരിക്കും. ഈ ഒരു ലെവൽ ക്വസ്റ്റ്യൻസ് തന്നെയാണ് അവിടെയും
ചോദിക്കുന്നത്. അപ്പോൾ എന്ത് തന്നെയായാലും നിങ്ങളുടെ ലക്ഷ്യം മുന്നിൽ കാണുക, തറവായിട്ട് പ്രിപ്പയർ ചെയ്യുക, എത്രയും പെട്ടെന്ന് ഒരു ഗവൺമെൻറ് ജോലി നിങ്ങൾ നേടി എടുക്കുക. അപ്പോൾ അതുപോലെ നിങ്ങളുടെ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് എത്ര യൂസ്ഫുൾ ആയി എന്നുള്ളതനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ, യൂസ്ഫുൾ ആയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ആരും അത്ര ശ്രമിക്കാറില്ല, സമയം കണ്ടെത്താറില്ല അതിന് വേണ്ടിയിട്ട്. പക്ഷെ എൻ്റെ ഒരു റിക്വസ്റ്റാണ്, നമ്മൾ സമയം കണ്ടെത്തി ക്ലാസ് എടുത്ത് തരുമ്പോൾ അത് യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടുകാർക്ക് വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായം ഈ വീഡിയോയുടെ താഴെ ഒരു സെൻറ്റൻസിലൊന്ന് എഴുതാനും മറന്നു പോകരുത്. ഓക്കെ, അപ്പോൾ എല്ലാത്തിനുപരി എല്ലാവരും നന്നായിട്ട് പഠിക്കുക, ഒട്ടും തന്നെ ടൈം വേസ്റ്റ് ചെയ്യരുത്. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, ഇപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ മറ്റു കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസായിട്ട് കാണാം. ബൈ ബൈ.